values being erased by the digital world and the need for women's vigilance on the ethical paths of faith. സത്യം പറയട്ടെ, ഇതിൽ നിന്ന് ഇത് മിസ്സസ് ജോർജ് എനിക്ക് അയച്ചു തന്നപ്പോൾ ഇതിൽ ഒരൊറ്റ വാക്ക് പോലും മാറ്റേണ്ടതായി അല്ലാന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനോ ഒരു ഡിസ്കഷന് കയറാനോ എനിക്ക് തോന്നിയതേ ഇല്ല. കാരണം അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ 2026 അതും ക്രിസ്ത്യൻ ഒരു പേഴ്സണൽ ആർക്കിടെക്ചർ, ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റത്തിനെതിരെ നടക്കുന്നതാണോ ഈ ഡിജിറ്റൽ വേൾഡ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുവാനും അതിനോടൊപ്പം ചേർന്ന് എങ്ങനെ നമുക്ക് നടക്കാൻ സാധിക്കും എന്നുള്ളത് കൂടുതലായി നമുക്ക് വിശകലനം ചെയ്യാനും പറ്റിയൊരു ടോപ്പിക്കായിരുന്നു ഇത്. എൻ്റെ ഇൻട്രൊഡക്ഷൻ വായിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കോണ്ടൻറ്റ് ക്രിയേറ്ററായിട്ട്. അത് നിഫ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 2018 കുട്ടികളാണല്ലോ അവിടെ കൂടുതലുള്ളത്. അതൊരു കോളേജ് പോലെയാണ്. 1200ഓളം കുട്ടികൾ, വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിഫ്റ്റ് ബാംഗ്ലൂർ. അതിൽ കുട്ടികളുമായി അവരുടെ വേൾഡ് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ടും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു പബ്ലിക് അക്കൗണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1 തുടങ്ങി 10, 100 എന്നുള്ള രീതിയിൽ എന്താ പറയുക, ഒത്തിരി ദൈവാനുഗ്രഹത്താൽ ഒത്തിരിയധികം ഫോളോവേഴ്സ് നമ്പേഴ്സുള്ള ഒരു ഹാൻഡിലാണ്. പിന്നീട് ഞാൻ 2023 തിരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരിച്ചു വന്നപ്പോൾ അതിലുള്ള ആക്ടിവിറ്റീസ് കുറയ്ക്കുകയും എന്നിരുന്നാൽ തന്നെയും ജീവിതത്തിനെക്കുറിച്ചും ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒത്തിരി എഴുതുന്നത്, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ. എൻ്റെ ഇൻട്രൊഡക്ഷനിൽ വായിച്ച പോലെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഞാൻ പറയുന്നത്. കാണ്ടമ മെമ്മോറിയൽ ലെക്ചർ ലാസ്റ്റ് ഇയർ നടത്തിയ 25 നടത്തിയത് ഫെമിനിസ്റ്റ് അപ്രോച്ച് ടു ഫെയ്ത്ത്, ഡോക്ടർ ടിസ്സ ആണ് നടത്തിയതെന്ന് തോന്നുന്നു. അതിന് മുമ്പിലുള്ള ഡോക്ടർ ജാൻസി ജെയിംസ് നടത്തിയ പ്രസംഗവും ഞാൻ യൂട്യൂബിൽ കേൾക്കുകയുണ്ടായി. അപ്പോൾ ഞാനിപ്പോഴും അവിടെ ഇരുന്ന് പറയുകയായിരുന്നു, മാർത്തോമാ സഭയിൽ ഇങ്ങനെ ഒരു മെമ്മോറിയൽ ലെക്ചർ, മിസ്സസ് കാണ്ടമ മെമ്മോറിയൽ ലെക്ചർ നടത്തുകയും സ്ത്രീകൾക്ക് കണ്ടംപററി ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് ചിന്തിക്കാൻ കിട്ടുന്ന ഈ ഒരു കൂട്ടായ്മയുടെ അവസരവും, അതെനിക്ക് തോന്നുന്നു അതൊരു പയനിയറിങ് തോട്ടാണ്. അത് മാർത്തോമാ സഭയ്ക്ക് എൻ്റെ പ്രത്യേക അനുമോദനങ്ങളും. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ എൻ്റെ പള്ളിയിൽ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നൊരു കാര്യമാണ്, കണ്ടംപററി ടോപ്പിക്സിൽ സ്ത്രീകൾക്ക് ചർച്ച ചെയ്യുവാനും സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടുമുള്ള ഒരു അവസരം. അതിന് ഉതകുന്ന ഒരു മെമ്മോറിയൽ ലെക്ചർ, ഒരു സ്റ്റഡി സെൻറ്റർ, ഒരു കൾച്ചറൽ റിസർച്ച് സെൻറ്റർ. വാട്ട് എ വണ്ടർഫുൾ ഇനീഷ്യേറ്റീവ്. അതിന് നേതൃത്വം വഹിക്കുകയും അതിന് അടിത്തറയിടുകയും ചെയ്ത അമ്മമാരെക്കുറിച്ച് പ്രൊഫസർ ആനി സംസാരിക്കുകയുണ്ടായി. അതൊക്കെ എന്തൊരു ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ എപ്പിസ്കോപ്പ പറഞ്ഞ പോലെ നമ്മൾ വെൻ വി ആർ ടു മച്ച് ഇൻഫ്ലേറ്റഡ് വിത്ത് സെൽഫ്, നമ്മൾ ചിന്തിക്കുകയാണ് നമ്മളുടെ അത്രയും അറിവ് വേറെ ആർക്കും, വേറെ ഒരു തലമുറയ്ക്കും ഇല്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇല്ലായ്മയിൽ കൂടിയും ദൈവവചനം വിളിച്ചറിയിക്കുവാനും ഇല്ലായ്മയിൽ കൂടിയും ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാനും സഹായിച്ച സ്ത്രീകളുടെ ജീവചരിത്രം നമ്മൾ ഓർക്കുകയും അവരുടെയൊക്കെ മുമ്പിൽ നമുക്ക് ഇത്രയും റിസോഴ്സസും ഇത്രയും സൗകര്യങ്ങളും ഉണ്ടായിട്ട് കൂടിയും നമ്മളൊക്കെ പള്ളിക്കും പട്ടക്കാർക്കും സഭയ്ക്കും സമൂഹത്തിനും എത്ര ചെറുതാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നത് എന്നൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇത്. അത് എപ്പിസ്കോപ്പ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിലെല്ലാം കാണ്ടമ കൊച്ചമ്മമാരുണ്ട്. നമ്മുടെ ഉള്ളിൽ എല്ലാം നിസ്വാർത്ഥ സേവനത്തിനുള്ള ക്രിസ്തീയ മുഖമുദ്ര എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ത്രൂ സർവീസാണ്. അതുകൊണ്ടാണ് വേറെ ഏത് റിലീജിയസ് കമ്മ്യൂണിറ്റി ഉള്ളതിനേക്കാട്ടിലും കൂടുതൽ, ഉണ്ടാക്കിയതിനേക്കാട്ടിലും കൂടുതൽ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, നഴ്സിംഗ് സ്റ്റാഫ്, സെൽഫ്ലെസ് സർവീസ് ത്രൂ ലീഡർഷിപ്പ് ആൻഡ് വൈസ് വേഴ്സ അത് നടത്തുന്ന ഒരു ക്രിസ്തീയ സമുദായം. അതാണ് നമ്മളുടെ മുഖമുദ്ര. അതിനുവേണ്ടിയുള്ള നിസ്വാർത്ഥത, സ്നേഹം, സേവനം, ഇങ്ങനെയുള്ള ക്വാളിറ്റീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ക്രിസ്തീയ സ്ത്രീകൾ, ഇതൊക്കെ നമ്മളിലൂടെ കർത്താവ് സംസാരിക്കട്ടെ, കർത്താവ് നടത്തട്ടെ എന്നുള്ള ആശംസകളോട് ഞാൻ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. വളരെയധികം അർത്ഥപൂർണവും കാലോചിതവുമായ ഒരു ടോപ്പിക്. എന്താണ് ഡിജിറ്റൽ വേൾഡ്? ഇല്ലേ, വളരെ ലേമാൻ ടേംസിൽ നമ്മൾ ഡിജിറ്റൽ വേൾഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കുമുള്ള ഒരു സ്മാർട്ട് ഫോൺ, നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള നമ്മൾ കൂടെ പണ്ടൊക്കെ ആൾക്കാർ ഞാൻ കത്തോലിക്ക സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിച്ചിരുന്നത്. നമ്മൾ വെച്ച് നടക്കുന്ന സിസ്റ്റേഴ്സും അല്ലെങ്കിൽ വെന്തിങ്ങ
കുരിശ് മാലകളിലിടുന്ന സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ശീലങ്ങൾ, ബൈബിള്, കൊച്ചു പോക്കറ്റ് ബൈബിള് ഞങ്ങളൊക്കെ കോളേജിലും സ്കൂളുകളിലും ഒക്കെ ബാഗിൽ കൊണ്ടുപോകുമായിരുന്നു. ഇന്ന് അതൊക്കെ മാറി നമ്മളെല്ലാം കൂടെ കൊണ്ട് നടക്കുന്നത് നമ്മുടെ സ്മാർട്ട് ഫോൺ മാത്രമാണ്, അല്ലേ? നമ്മൾ ക്രൈസ്റ്റിനെ അല്ലെങ്കിൽ ക്രൈസ്റ്റിൻ്റെ അപ്പിയറൻസസ് അല്ലെങ്കിൽ വിഷ്വൽ ഫോംസ് വിഷ്വൽ സിമ്പിൾസ് അത് മാറ്റിവെച്ച് നമ്മുടെ ഇപ്പോഴത്തെ ലോകത്തിൻ്റെ ഒപ്പം നമ്മൾ നടക്കുന്നു എന്ന് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനായിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ സ്മാർട്ട് ഫോൺ, അത് കൊച്ചു ഫോണായാലും പോരാ, കണക്ഷൻ ഇസ് നോട്ട് ദി ഓൺലി ഇഷ്യൂ ഹിയർ. നമുക്ക് സംസാരിക്കാനാണെങ്കിൽ ചുമ്മാ എന്താ പറയുക, സ്മാർട്ട് ഫോൺ അല്ലാത്ത ഫോണുകളാണെങ്കിലും മതി, വാട്സാപ്പുകളും ആപ്പുകളും ഇല്ലാത്ത ഫോണുകളാണെങ്കിലും മതി. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റസ് സിമ്പിൾ കൂടിയാണ്. നമ്മൾക്ക് കാറ്, വീട്, നമ്മളുടെ ബാഹ്യമായ ബാക്കി ക്ലോത്തിങ്, ജുവലറി, അതിനോടൊപ്പം തന്നെ ഒരു ആക്സസറി എന്ന നിലയിൽ, പ്രത്യേകിച്ച് ഞാനൊരു ഡിസൈൻ സ്കൂളിൽ ഡയറക്ടർ ആയിരുന്നത് കൊണ്ട് സ്മാർട്ട് ഫോൺ, അതിൻ്റെ പുറത്തുള്ള കവറുകൾ, അതിൻ്റെ മുകളിലൊട്ടിക്കുന്ന സ്റ്റിക്കറുകൾ, നമ്മുടെയൊക്കെ വീടുകളിലുള്ള ടീനേജ് കുട്ടികളുടെ ഫോൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ പുറകിൽ സ്റ്റിക്കറുകളുണ്ട്, അതിൽ തൂങ്ങിക്കിടക്കുന്ന പലജാതി മുത്തുകളും അലങ്കാരങ്ങളും എല്ലാം ഉണ്ട്. സോ ഇറ്റ്സ് ബിക്കം എ സ്റ്റേറ്റസ് സിമ്പിൾ ഫോർ അസ്. Which smartphone we have is also a status symbol, and that status symbol has displaced or has replaced our soul connections. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തീയ മക്കൾ ക്രൈസ്റ്റിൻ്റെ ഒരു വിഷ്വൽ സിമ്പിൾ ഇട്ടുകൊണ്ട് നടന്നിരുന്ന നമ്മളൊക്കെ അതെല്ലാം മാറ്റിവെച്ച് സ്മാർട്ട് ഫോൺ മാത്രമായി മാറ്റുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു സവിശേഷതയാണ്. അത് എക്സാക്ട്ലി അതാണ് നമ്മുടെ പ്രോബ്ലം ഏരിയ കൂടി. ഈ ഡിജിറ്റൽ വേൾഡ് മായ്ച്ചു കളയുന്ന നൈതിക, ധാർമ്മിക മൂല്യങ്ങൾ, വിശ്വാസത്തിൻ്റെ മൂല്യങ്ങൾ, അതുതന്നെയാണ് ഏറ്റവും വലിയൊരു വിഷ്വൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ദുരുപയോഗിക്കുകയും നമ്മൾ സമയം കളയുന്നതും സമയം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഡിവൈസാണ് സ്മാർട്ട് ഫോൺ. നമ്മുടെ എല്ലാം സ്മാർട്ട് ഫോണിനകത്ത് നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ കൂടിയും നമ്മൾ പരസ്പര സഹായം ഏറ്റെടുത്ത് മക്കളുടെ നിന്ന്, കൊച്ചുമക്കളുടെ നിന്ന്, മിക്കവാറും ഇവിടുത്തെ ഒരു ഏജ് ഗ്രൂപ്പൊക്കെ വെച്ചിട്ട് കൊച്ചുമക്കളുടെ നിന്ന് സ്മാർട്ട് ഫോൺ, എൻ്റെ അപ്പനും അമ്മയൊക്കെ അങ്ങനെയാണ്. ഞങ്ങളോടൊന്നും ചോദിച്ച് മനസ്സിലാക്കാണ്ട്, കാരണം നമുക്കാർക്കും ക്ഷമയില്ല, മക്കൾക്ക് ക്ഷമയില്ല. പക്ഷേ കൊച്ചുമക്കൾക്കാണ് കുറച്ചും കൂടെ ഗ്രാൻഡ് പേരൻസിൻ്റെ അടുത്ത് ക്ഷമയും സ്നേഹവും ഉള്ളത്. അതുകൊണ്ട് അവരുടെ നിന്നാണ് മിക്കവാറും സ്മാർട്ട് ഫോണിൽ വാട്സാപ്പ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, വോയിസ് നോട്ട് എങ്ങനെയാണ് അയക്കുന്നത്, ഒരു ഫോട്ടോ എങ്ങനെയാണ് കറക്റ്റായിട്ട് എടുക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സ്കിൽ സെറ്റുകൾ നമ്മൾ കൊച്ചുമക്കളുടെ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെക്കാട്ടിലും യങ്കർ ആയിട്ടുള്ള ആൾക്കാരുടെ നിന്നാണ്. അത് എപ്പിസ്കോപ്പാച്ചൻ പറഞ്ഞ പോലെ ഗോഡ് ടോക്കാണ് പണ്ട് ഗ്രാൻഡ് പേരൻസ് ഗ്രാൻഡ് ചിൽഡ്രനോട് പറഞ്ഞിരുന്നത്. ഞങ്ങളൊക്കെ കൊച്ചിലെ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ ദുഃഖവെള്ളിയാഴ്ചയുടെ സുദീർഘമായ ശുശ്രൂഷയ്ക്ക് എൻ്റെ വല്യപ്പച്ചനൊക്കെ കൈകൊണ്ട് എഴുതി പാട്ടുകൾ ഞങ്ങൾക്ക് അയച്ചു തരുമായിരുന്നു പോസ്റ്റിൽ. അതിൽ കുറേ അങ്ങനെ എഴുതി ഞങ്ങളെ പഠിപ്പിച്ച പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിൽ എപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10-40 വർഷം പഴയ എൻ്റെ വല്യപ്പച്ചൻ അച്ഛനാണെന്ന് ഇവിടെ പറയുകയുണ്ടായി. അച്ഛൻ ഞങ്ങളെ പഠിപ്പിക്കാനായിട്ട് എഴുതി തന്നിരുന്ന പുള്ളിയുടെ കൈപ്പടയിലുള്ള പാട്ടുകളും ഇതൊക്കെ ഇപ്പം നമ്മുടെ ഗ്രാൻഡ് പേരൻസ് ഗ്രാൻഡ് ചിൽഡ്രനോട് പറയുന്നത് കൂടുതലും ടെക്നോളജി ടോക്കാണ്. നമ്മൾ ഒരു റിവേഴ്സ് മോഡാണ്. നമ്മൾ പണ്ട് ഗ്രാൻഡ് പേരൻസ് ഗ്രാൻഡ് കിഡ്സിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഗ്രാൻഡ് കിഡ്സ് ആണ് കൂടുതലും ടെക്നോളജി അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഗ്രാൻഡ് പേരൻസിനെ പഠിപ്പിക്കുന്നത്, അല്ലേ? അതോറിറ്റി റിവേഴ്സൽ എന്ത് പെട്ടെന്ന് നമ്മുടെയൊക്കെ ഇടയിൽ അത് നോർമലൈസ് ആക്കപ്പെട്ടു. നമുക്കിപ്പോൾ ഒരു UPI പേയ്മെൻറ്റ് വേണമെങ്കിൽ, ഞാൻ ഉൾപ്പെടെ, ഇപ്പം എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എനിക്ക് 20 വയസ്സുള്ളൊരു മോളുണ്ട്. ആ മോളോട് ഞാൻ ഇമ്മീഡിയറ്റ്ലി പറയുകയാണ് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, UPI പേയ്മെൻറ്റ് ഇൻ്റർഫേസുകൾ ചെയ്യുന്നതും ഇതൊക്കെ ഞാനും എൻ്റെ മകളുടെ നിന്നും പിന്നെ നിഫ്റ്റിലുണ്ടായിരുന്ന എൻ്റെ കുട്ടികളും പിള്ളേരാണ് എന്നെ കുറേയൊക്കെ ഇൻസ്റ്റഗ്രാമും സോഷ്യൽ മീഡിയയൊക്കെ പഠിപ്പിച്ചതും. അപ്പോൾ ഈ റിവേഴ്സ് കോൺവെർസേഷൻ ഇപ്പോൾ നടക്കുന്ന ഒരു സമയമാണ്, വിച്ച് ഈസ് ഗുഡ്, അല്ലേ? അവർക്കറിയാവുന്നത് നമ്മൾക്ക് പറഞ്ഞു തരുമ്പോൾ നമുക്കറിയാവുന്നത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അതിനുള്ള ക്ഷമയും സാഹചര്യവും സാവകാശവും നമ്മൾ കാണിക്കുന്നുണ്ടോ? ബിക്കോസ് നമ്മളുടെ ഒരു സപ്പോസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ട്യൂഷനുണ്ട്, അവർക്ക് എക്സാമുകളുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാമുകളുണ്ട്, അവർക്ക് സമയമില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് കേൾക്കാനുള്ള സാഹചര്യവും സാവകാശവും ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ്. നമ്മൾ ഇറേസ് ചെയ്യപ്പെടുകയാണ് മറ്റ് എന്താ പറയുക ടെക്നോളജി അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ലാംഗ്വേജ് അറിയാവുന്നവരുടെ ഒരു സമയവുമായി മാറുകയാണ്. അതല്ല, നമ്മളിപ്പോഴും റെലവൻ്റ് ആണ്. ഗ്രാൻഡ് പേരൻസ് ആണ് എപ്പോഴും ഒരു സമൂഹത്തിൻ്റെ അസറ്റ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കഥകളും പാട്ടുകളുമാണ് ലിംഗ്വിസ്റ്റിക് സ്കിൽസ് തൊട്ട്
അവരുടെ ശൈശവം അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്ത് ഉള്ള പഠിക്കാനുള്ള അല്ലെങ്കിൽ സംസാരിക്കാനുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കുന്ന ഒരു അടിത്തറ. ഇത് സയൻറ്റിഫിക്കലി പ്രൂവൺ അല്ലെങ്കിൽ റിസർച്ച്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഏറ്റവും കൂടുതൽ സമയം ഗ്രാൻഡ് പേരൻസിനോട് ചെലവഴിക്കുന്ന കുട്ടികളുടെ പഠന ശക്തിയും മെമ്മറി ലേണിംഗ് സ്കിൽസ്, അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പേഷ്യൻസ്, സ്നേഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം ഗ്രാൻഡ് പേരൻസ് ആണ് അടിത്തറയിട്ട് കൊടുക്കുന്നതും പേരൻസ് ആണ് അടിത്തറയിട്ട് കൊടുക്കുന്നതും. ആ ഒരു കോൺവെർസേഷൻ ഡിജിറ്റൽ വേൾഡ് മായ്ക്കുന്ന ഈ ഒരു സമയത്ത് ഫോൺ മാറ്റിവെച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു സമയം കണ്ടെത്തുക. അതിനുള്ളൊരു പേഴ്സണൽ ആർക്കിടെക്ചർ നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ഫ്രണ്ട്ഷിപ്പുകളിനകത്താണെങ്കിലും. ഇപ്പോഴാണെങ്കിലും സ്ത്രീകൾ കൂടുകയും ഒരു കമ്മ്യൂണിറ്റി ഇതുണ്ടാകുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്ന ഫസ്റ്റ് തിങ് എന്താ? നമ്മളെല്ലാവരും ഫോട്ടോ എടുക്കുന്നു, സെൽഫി എടുക്കുന്നു. അതിൽ തീരുന്നില്ല, നമ്മൾ അതൊരു മെമ്മറി ആയിട്ട് വെക്കുക മാത്രമല്ല, ഉടനെ തന്നെ വാട്സാപ്പിൽ അത് സ്റ്റേറ്റസ് ഇടുന്നു. പിന്നെ നമ്മുടെ 10 ഗ്രൂപ്പുകളിൽ അത് റിലേ ചെയ്യുന്നു. പിന്നെ നമ്മൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് അത് കറക്റ്റ് എൻ്റെ മാല പുറത്തല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് മാലയൊക്കെ പുറത്തെടുത്തിട്ട് മുടിയൊക്കെ ഒന്നുകൂടെ ശരിയാക്കി ഒരൊറ്റ മോമെൻറ്റിൻ്റെ തന്നെ ഒരു 10-25 ഫോട്ടോ നമ്മുടെ എല്ലാവരുടെയും ഗ്യാലറിയിലുണ്ട് ഇല്ലേ? നമ്മുടെ എന്തൊരു ക്ഷമയും, നമ്മൾ ഫോട്ടോ എടുക്കുന്നവരുടെ ക്ഷമയും പരീക്ഷിച്ചുകൊണ്ട് നമ്മൾ പറയുമില്ല, ഇതിൽ എൻ്റെ മുടി ശരിയല്ല, ഇതിൽ എൻ്റെ വയറിച്ചിരി കാണുന്നു, ഇതിൽ എൻ്റെ കൈക്ക് വണ്ണം തോന്നുന്നു, ഇച്ചിരി ദൂരെ മാറി അടുത്ത്, ഇങ്ങനെയുള്ള പല പല രീതികളിൽ ആംഗിളിൽ കമ്പോസ് ചെയ്ത് നമ്മൾ ഫോട്ടോ എടുത്ത് പിന്നെ അത് ഇച്ചിരി ടച്ചപ്പ് ചെയ്ത് ബ്രൈറ്റനപ്പ് ചെയ്ത് കുറച്ചും കൂടെ നന്നാക്കി നമ്മൾ വാട്സാപ്പിൽ സ്റ്റേറ്റസ് ഇടുന്നു, നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇടുന്നു. പിന്നെ നമ്മൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ളവരും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളവരും അതിലിടുന്നു. പിന്നെ അതിലിട്ട് കഴിഞ്ഞാൽ ആരൊക്കെ നമ്മളെ അതിനെ ലൈക്ക് ചെയ്തു എന്ന് നോക്കുന്നു, അതിൽ ആരൊക്കെ കോമൻറ്റ് ചെയ്തു എന്ന് നോക്കുന്നു. പിന്നെന്താ നമ്മൾ എക്സിൻ്റെ ആ കൊച്ചമ്മയുടെ പോസ്റ്റിന് അവർ ലൈക്ക് ചെയ്തു, പക്ഷേ എൻ്റെ പോസ്റ്റിന് ലൈക്ക് കിട്ടിയില്ല എന്നുള്ള പ്രയാസം, ഞാനത് ഇട്ടിട്ട് ആരും ഉത്തരം പറഞ്ഞില്ല അല്ലെങ്കിൽ ആരും റിപ്ലൈ അയച്ചില്ല എന്നുള്ള പരിഭവങ്ങൾ. യു സി, ഇതിനകത്ത് ഒരു ഫ്ലോ ഓഫ് ഇവൻറ്റ്സ് തന്നെയുണ്ട്. ഇതിൻ്റെ അകത്തൊരു ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഒരു എൻറ്റയർ ഫ്ലോ ഓഫ് ഇവൻറ്റ്സ്. ഈ ഫ്ലോ ഓഫ് ഇവൻറ്റ്സ് മിക്കവാറും കൊണ്ട് കലാശിക്കുന്നത് നമ്മുടെ എല്ലാ ഒരു സങ്കടങ്ങളിലും പരിഭവങ്ങളിലും ദേഷ്യവും അമർഷവും ഈർഷ്യയും അസൂയയും എല്ലാത്തിലും കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ? നമ്മുടെ ഫോട്ടോ ശരിയായില്ല, ആൾക്കാർ പറഞ്ഞില്ല, ഇങ്ങനെയുള്ള. സോ ദീസ് തിങ്സ് എസെൻഷ്യലി മൂവ് us away from Christ. ഈ ദേഷ്യം, അമർഷം, ഈർഷ, പരിഭവങ്ങൾ, ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം ക്രൈസ്റ്റിൻ്റെ ഐദർ ബിയാറ്റിറ്റ്യൂഡ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റിൻ്റെ ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഇതിലൊന്നുമില്ലാത്ത കാര്യങ്ങളാണ് നമ്മളെ ഈ ഡിജിറ്റൽ വേൾഡ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മൂഡുകൾ, നമ്മുടെ ഇമോഷണൽ സ്വിങ്സ്, ഇതെല്ലാം ഇപ്പം നമ്മളെ ഗവേൺ ചെയ്യുന്നത് ഒരു എക്സ്റ്റേണൽ വേൾഡാണ്. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡിജിറ്റൽ വേൾഡായി മാറിയിരിക്കുന്നത്. നമ്മുടെ ഈ സ്മാർട്ട് ഫോണിനകത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവർക്കും വാട്സാപ്പ് ഉണ്ട്. ഇതിനകത്ത് വാട്സാപ്പ് ഇല്ലാത്തവർ എനിക്കൊന്ന് എണ്ണാവുന്ന സ്ത്രീകൾ മാത്രമേ ഇവിടെ കാണുള്ളൂ. വാട്സാപ്പ് ഉണ്ട്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ബ്ലിങ്കിറ്റ് കാണുമായിരിക്കും, പിന്നെ ഊബർ ഉപയോഗിക്കുന്നവർ ഊബർ, ടാക്സി ആപ്പുകൾ, UPI, ഗൂഗിൾ പേ, അതിൻ്റെ ആപ്പുകളുണ്ട്. പിന്നെ യൂട്യൂബ്, ഓഫ് കോഴ്സ്. നമ്മളൊക്കെ റെസിപ്പി നോക്കുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രസംഗങ്ങൾ കേൾക്കുന്നതിനും എല്ലാം യൂട്യൂബ് ഡെഫിനറ്റ്ലി ഹെൽപ്സ്. പക്ഷെ ഇതിൽ എത്ര പേരുടെ ഫോണിൽ ബൈബിൾ ആപ്പുണ്ട്? ധൈര്യമായിട്ട് പെർഫെക്റ്റ്. ബൈബിൾ ആപ്പ്, അതായത് ഡെയിലി വേഴ്സിൻ്റെ ബൈബിൾ ആപ്പ് വരുന്നതിൽ ഡെയിലി വേഴ്സുകൾ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അതിൽ നമ്മളൊരു 5 മിനിറ്റ് രാവിലെ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് എൻ്റെ വീട്ടിലുള്ള ഒത്തിരി കൊച്ചമ്മമാരുണ്ട്. 6-6:15 മണിക്ക് അവർ ഉണർന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട അച്ഛൻ്റെ ഒരു പ്രസംഗം അല്ലെങ്കിൽ ഒരു ധ്യാനം കേട്ടുകൊണ്ടാണ് അവർ രാവിലെ അവരുടെ തുടങ്ങുന്നത്. ദാറ്റ് ഈസ് എ ടെക്നോളജി എയ്ഡഡ് ക്രിസ്ത്യൻ ലൈഫ്. അതായത് വചനം കൊണ്ട് ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, ബട്ട് എയ്ഡഡ് ത്രൂ ടെക്നോളജി. കുർബാനയ്ക്ക് പോകുന്നില്ല എങ്കിൽ കൂടെയും ഓൺലൈൻ കുർബാനകൾ കാണുന്ന ഒരു സമയം, അല്ലെങ്കിൽ ഓൺലൈൻ ധ്യാനങ്ങൾ കൂടുന്ന ഒരു സമയം. ദാറ്റ് ഈസ് എ പോസിറ്റീവ് സൈഡ് ഓഫ് ടെക്നോളജി ആസ് ഫar as faith is concerned. But increasingly what we are seeing, not only in our generation, but even the younger generation, is that smartphone and the digital world is moving us away from Christ and his value system. അതെങ്ങനെയാണ് എന്നുള്ളത് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആദ്യം നോക്കിക്കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ പാർട്ട്, എങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത് പ്രാർത്ഥനാനിരതവും
മൈൻഡ്ഫുള്ളായിട്ടും നമുക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള ഒരു അവലോകനമാണ് ഞാൻ അടുത്ത ഒരു മേ ബി 30 minutes or so ഓഫ് മൈ സ്പീച്ച്. ഇതിൽ പ്രധാനമായിട്ടും പറയാനുള്ളത്, നമ്മൾ എനിത്തിങ് ദറ്റ് മൂവ്സ് us away from faith and Christ, anything that moves us away from faith and Christ is to be questioned. അതാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ആണ് ഏറ്റവും വലിയ ആക്ട് ഓഫ് കറേജ് ഓർ ആക്ട് ഓഫ് ഡെയറിങ്. അതാണ് ക്രൈസ്റ്റും ചെയ്തിരുന്നത്. അതായത് ക്രൈസ്റ്റിൻ്റെ കാലഘട്ടത്തിൽ, യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ടെമ്പിളിൽ പോയി ദേഷ്യപ്പെടുന്ന ഏക ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് തൻ്റെ പിതാവിൻ്റെ വചനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പഠിപ്പീരുകളിൽ നിന്ന് മാറിപ്പോയി ഒരു കച്ചവട സ്ഥലമായി മാറ്റം ചെയ്ത് വന്നിരിക്കുന്ന ഒരു സമയത്ത് ദേഷ്യപ്പെടുന്ന 1-2 ഇൻസ്റ്റൻസാണ്. ഈ മിസ്സസ് കാണ്ടമ്മയുടെ ജീവചരിത്രം ഇന്ന് വായിച്ചപ്പോഴും പുകവലിക്കുന്ന ഒരു മനുഷ്യനോട് ചോദിക്കാനുള്ള ഒരു ഡെയർ അല്ലെങ്കിൽ ഒരു കറേജ് കാണിക്കുന്നു എന്നുള്ളതാണ്. ആ കറേജ് കംസ് ബേസിക്കലി ഫ്രം ക്രൈസ്റ്റ്. അതായത് നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഓൺലി ടുവേർഡ്സ് ക്രൈസ്റ്റിൻ്റെ മുമ്പിലുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ആൻഡ് റോങ്സ് ആർ ദി ഓൺലി തിങ്സ് ദാറ്റ് വി ആർ കൺസേൺഡ് അബൌട്ട്, ആൻഡ് നോട്ട് അബൌട്ട് പോപ്പുലാരിറ്റി ഇൻ ദിസ് വേൾഡ്. ഈ ലോകത്തിലെ കയ്യടി വാങ്ങാനല്ല, മറിച്ച് എൻ്റെ ക്രിസ്തുവിൽ ശക്തിയും ആർജവും ധൈര്യവും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാല്യൂ സിസ്റ്റത്തിലേക്കാണ് നമ്മൾ നടക്കേണ്ടിയിരിക്കുന്നത്. അത് ചോദ്യം ചെയ്യാനുള്ള ഒരു കറേജ് വരുന്നത് തന്നെ when we have the courage to be disliked by everyone. എനിക്ക് നിങ്ങളുടെ അപ്രീസിയേഷൻ, കയ്യടി വേണ്ട, എനിക്ക് കർത്താവിൽ കിട്ടുന്ന അംഗീകാരം അല്ലെങ്കിൽ കയ്യടി മാത്രം മതി എന്നുള്ള ഒരു ചങ്കൂറ്റത്തോടുകൂടി പറയാൻ പറ്റുന്ന സമയത്താണ് നമുക്ക് മിസ്സസ് കാണ്ടമ്മ ചെയ്ത പോലത്തെ ധൈര്യസമേതം അന്തക്കാലത്ത് ഒരു പുകവലിക്കുന്ന ഒരു ജെന്റിൽമാനെ ക്വസ്റ്റ്യൻ ചെയ്യുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മഹാരാജാവിനോട് സുവിശേഷം പ്രസംഗിക്കുക, വിശ്വാസത്തെക്കുറിച്ച് പ്രൊക്ലെയിം ചെയ്യുക എന്നൊക്കെയുള്ളത്, ആ ധൈര്യം ക്രൈസ്റ്റിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ക്രൈസ്റ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ത്രീയുടെ സൈനാണ്. നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കുകയും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകളിലോ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ നമ്മൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് എന്താ പറയുക, അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അപ്രീതി ഉണ്ടാകുമോ, എന്നോടുള്ള ഇഷ്ടം കുറയുമോ എന്നുള്ള പേടി വരുന്നത് തന്നെ ദാറ്റ് ഈസ് ഇറ്റ് സെൽഫ് വെരി അൺക്രിസ്ത്യൻ. കാരണം നമ്മൾ ഈ ലോകത്തിലേക്കുള്ള കയ്യടിയോ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അംഗീകാരം നേടാനോ അല്ല, മറിച്ച് ക്രിസ്തുവിൽ ഉള്ള സ്ഥാനം നമ്മൾ ഉറപ്പിക്കുന്നത് ക്രിസ്തുവിലെ വിശ്വാസം അല്ലെങ്കിൽ ക്രിസ്തു പഠിപ്പിച്ച വഴികളിൽ നിന്നല്ലാണ്ട് മാറി നടക്കുമ്പോൾ ചോദ്യം ചെയ്യാനുള്ള കറേജ് കിട്ടുമ്പോഴാണ് നമ്മളെല്ലാം ക്രിസ്തീയ ജീവിതത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് തിരിയുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രോബ്ലം ഏരിയയാണ് മിസ്ഇൻഫർമേഷൻ, ഇല്ലേ? മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിസ്ഇൻഫർമേഷൻ? എന്തോരം ഫേക്ക് ന്യൂസുകളാണ് നമ്മുടെ വാട്സാപ്പുകളിൽ എന്നും ഫോർവേഡായിട്ട് വരുന്നത്. ഈ ഫേക്ക് ന്യൂസ് നമ്മൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ ആലോചിക്കാണ്ട് ഫോർവേഡ് ചെയ്യുന്ന നമ്മൾ മുഴുവൻ കണ്ടില്ലേലും അതിൻ്റെ അവസാനം വരെ കണ്ടില്ലേലും ക്ഷമ തീരെ ഇല്ലാണ്ട് നമ്മൾ ഈ ഫേക്ക് ന്യൂസ് ഫോർവേഡ് ചെയ്യുന്ന ഒരു പ്രവണതയാണ്. ഈ മിസ്ഇൻഫർമേഷൻ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മിസ്ഇൻഫോർമർ ആരാണെന്ന് അറിയാമോ? ഒരു ഗസ്. Satan is the first misinformer of the world. എന്താണ് Satan ചെയ്തത്? തെറ്റായ വിവരം കൊണ്ട് പറഞ്ഞു തരുന്ന ആൾക്കാരെ ചാടിച്ച് അല്ലെങ്കിൽ വഴിതെറ്റിച്ച മിസ്ഇൻഫോമറായ Satan ആണ് സർപ്പം, അല്ലേ? ഗാർഡൻ ഓഫ് ഈഡനിൽ സർപ്പം വന്ന് ഹവ്വായോട് സംസാരിക്കുന്നു, നിങ്ങളോട് ഏതെങ്കിലും ഭക്ഷണം, നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ കനി തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വായെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യാണ്. അപ്പോൾ ഹവ്വായുടെ തലയിലും മനസ്സിലും എല്ലാം ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുകയാണ് സർപ്പൻ്റ് ചെയ്യുന്നത്. അത് എന്നിട്ട് മിസ്ഇൻഫോമറായിട്ട് സർപ്പൻ്റ് വർക്ക് ചെയ്ത് പറയുകയാണ്, നിങ്ങൾ ആ കനി തിന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവാകാം, നിങ്ങൾക്ക് വിവേചനം, നിങ്ങൾക്ക് ബുദ്ധി, നിങ്ങൾക്ക് പവർ കിട്ടുന്നു എന്നുള്ളത്, അല്ലേ? ആ മിസ്ഇൻഫർമേഷൻ ഒരു മിനിറ്റ് പോലും ആലോചിക്കാതെ പെട്ടെന്ന് ആക്ട് ചെയ്ത ഹവ്വായുടെ മക്കളാണ് നമ്മൾ. ഇസ്ന്റ് ഇറ്റ്? ഇന്ന് ഡിജിറ്റൽ വേൾഡിൽ നടക്കുന്നതും ഇത് തന്നെയാണ്. ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ രണ്ടാമതൊന്ന് ചിന്തിക്കാണ്ട് എടുത്തു ചാടി ചെയ്യുന്ന, ഇമ്പൾസീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മളെ അതിനുവേണ്ടി പുഷ് ചെയ്യുന്ന, ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുന്ന
ഒരു വേൾഡാണ് ഡിജിറ്റൽ വേൾഡ്. അതാണ് അതിൻ്റെ ട്രെച്ചറി, അതാണ് അതിൻ്റെ കാപട്യം. റിയൽ അല്ലാത്ത അല്ലെങ്കിൽ നമ്മളിൽ ആവശ്യമില്ലാത്ത ആവശ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാപട്യം നിറഞ്ഞ ലോകമാണ് ഡിജിറ്റൽ വേൾഡ് എന്ന് പറയുന്നത്. അതിലെ മിസ്ഇൻഫർമേഷൻ, നമ്മൾ ഇമ്പൾസീവായിട്ട് വിത്ത് എ സെൻസ് ഓഫ് ഏർജൻസി ആൻഡ് ആൻ അർജൻസി കൾച്ചർ. ഞാൻ എപ്പോഴും ആലോചിക്കും, ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഉച്ചയ്ക്ക് 2:30-3 മണിക്കാണ് ചെങ്ങന്നൂരിൽ നിന്ന് ഞാൻ കേരള എക്സ്പ്രസ് ട്രെയിൻ കയറുന്നത്. 50-52 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഡൽഹിയിൽ ചെന്നിറങ്ങി. അവിടെയുള്ള STD ബൂത്തിൽ, പ്ലാറ്റ്ഫോമിൽ നിന്ന് STD ബൂത്തിൽ ഞാൻ അടൂരിട്ട് തിരിച്ചു വിളിച്ച് ഞാൻ എത്തി എന്ന് പറയുമ്പോഴാണ് 48-52 മണിക്കൂർ കഴിയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും അറിയാൻ പറ്റുന്നത് ഞാൻ അവിടെ സേഫായിട്ട് എത്തി എന്നുള്ളത്. ഇപ്പം നമ്മുടെ പിള്ളേർ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ ബിഹേവിയർ എങ്ങനെയാണ് നമ്മുടെ ബിഹേവിയർ? ഒരു മിനിറ്റ് അവരെ വെറുതെ വിടുമോ? ഒരു മിനിറ്റ് നമ്മൾ അവരെ വെറുതെ വിടുകയല്ല. ഒരു ഫേക്ക് അർജൻസി കൾച്ചർ. മോനെ നീ കയറിയോ, നീ ബോഡി ചെയ്തോ, സെക്യൂരിറ്റി ചെയ്തെഴുതോ, കഴിച്ചോ, നമ്മൾ കുടിച്ചോ, വെള്ളം കുടിച്ചോ, ബാത്റൂമിൽ പോയിട്ട് വേണം പോകാനായിട്ട്. നമ്മൾ എന്തോരമാണ് ഓരോരുത്തരുടെയും ജീവിതം മൈക്രോ മാനേജ് ചെയ്യുന്നത്, ഇല്ലേ? ബിക്കോസ് വി ഹാവ് എ സ്മാർട്ട് ഫോൺ ഇൻ ആർ ഹാൻഡ്സ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഉപയോഗിക്കുക, വിനിയോഗിക്കുക, ദുരുപയോഗിക്കുക എന്നുള്ളത് ഇതൊരു സെൻസ് ഓഫ് ഒരു ഫേക്ക് അർജൻസി കൾച്ചറാണ്. എല്ലാം നമ്മളിലൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. അവർ ബോഡി ചെയ്തോ, പെട്ടിയെടുത്തോ, 3 ബാഗില്ലേ, 3 ബാഗും കൊണ്ടാണ് നീ ഇപ്പോൾ ഇവിടുന്ന് പോയത്, നീ ഇറങ്ങുമ്പോൾ 3 ബാഗ് ഉണ്ടോ എന്ന് എണ്ണി നോക്കണം, 3 ബാഗും എടുത്ത് കയറ്റി വെച്ചോ. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ മൈക്രോ മാനേജ് ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എല്ലാവർക്കും. ഞാനും ഒരു അമ്മയാണ്, ഞാനും ഇതൊക്കെ തന്നെ കേട്ടോ ചെയ്യുന്നത്. ഐ ഓൾസോ ഡു ദിസ്. ആൻഡ് സംടൈംസ് ഐ ഫീൽ ദാറ്റ് ഡോണ്ട് ഐ ബിലീവ് ഇൻ ക്രൈസ്റ്റ്, ഡോണ്ട് ഐ ബിലീവ് in my God that he will take care of my daughter, that he will take care of my journey. എന്നാൽ ഇത് തന്നെ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ നമ്മളോട് ചോദിക്കുകയാണ്, അമ്മ ചാർജ് ചെയ്തോ, അമ്മ പെട്ടിയെല്ലാം എടുത്ത് വെച്ചോ, അല്ലെ ബാഗ് എടുത്തോ എന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ ഇനിയിപ്പോൾ നീയാണോ എന്നെ പഠിപ്പിക്കാൻ പോകുന്നത്? റൈറ്റ് ഇല്ലേ? ആ റിവേഴ്സൽ ഓഫ് റോൾസ് നമ്മൾ അംഗീകരിച്ച് കൊടുക്കാനേ റെഡിയല്ല. ബിക്കോസ് വി ഫീൽ ദറ്റ് വി ആർ പെർഫെക്റ്റ്. നമ്മൾ കൂടുതലും കോൺഷ്യസ് ആണ്, നമ്മൾ കൂടുതലും റെസ്പോൺസിബിൾ ആണ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു പ്രവർത്തനം. പിള്ളേർക്കൊന്നും അറിയാൻ മേല, അല്ലെങ്കിൽ പിള്ളേരെ നമ്മൾ 10, 20, 25 വയസ്സായ പിള്ളേരുടെയും പെട്ടി അടുക്കി കൊടുക്കുന്നു, തുണി മടക്കി അൾമാരിക്കകത്ത് വെച്ച് കൊടുക്കുന്നു, എല്ലാം മൈക്രോ മാനേജ് ചെയ്ത് പോകുന്ന ഒരു സമയത്ത് നമ്മളൊരു ഫേക്ക് ഏർജൻസി കൾച്ചറും ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസും നമ്മൾ പിള്ളേരിൽ ഉണ്ടാക്കുന്നുണ്ട്. ആൻഡ് ഇൻഫാക്റ്റ് നമ്മൾ കുട്ടികളിൽ ഇപ്പോൾ കാണുന്ന ഈ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഡിപ്രഷൻ, ക്ലിനിക്കൽ ഡിപ്രഷൻ, നോ കേൾക്കാനായിട്ട് അവർക്ക് സാധിക്കാണ്ട് വരുന്നത്, പരീക്ഷയ്ക്ക് മുമ്പ് ഇവർക്കുണ്ടാകുന്ന ആങ്സൈറ്റി ഇഷ്യൂസ്, ഇപ്പം മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും സൂയിസൈഡൽ ടെൻഡൻസീസിനെ കുറിച്ചുമൊക്കെ ഒത്തിരി പറയുന്ന ഒരു സംഭവമാണ്. ദാറ്റ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് ഇറ്റ്സ് അഡിക്ഷൻ. നമ്മൾ ഡിജിറ്റൽ വേൾഡിൽ എത്രത്തോളം ആഴത്തിലിറങ്ങുന്നോ അത്രത്തോളം നമ്മളുടെ ഇമോഷണൽ ഹെൽത്ത് അഫക്റ്റഡ് ആവുകയാണ്, നമ്മളുടെ എല്ലാവരുടെയും, പ്രത്യേകിച്ച് കുട്ടികളുടെ. നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്യുന്ന ഫേക്ക് ഒരു ഏർജൻസി കൾച്ചർ, നമ്മൾ മൈക്രോ മാനേജ് ചെയ്യുന്നു അവരുടെ ലൈഫിനെ, അവരെ ഫെയിലിയർ ഫേസ് ചെയ്യാൻ നമ്മൾ അനുവദിക്കുന്നില്ല. സ്കൂളിലോ അല്ലെങ്കിൽ കോളേജിലോ പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാരുണ്ടെങ്കിൽ പേരൻ്റൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളും അതിലെല്ലാവരുടെയും അഭിപ്രായങ്ങളും, പിള്ളേർക്ക് മാർക്ക് കുറയുകയാണെങ്കിൽ പിള്ളേരെ കുറ്റം പറയുന്നതിന് മുമ്പ് തന്നെ ടീച്ചേഴ്സിനെ പോയി കുറ്റം പറയുന്ന, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയുന്ന ഒരു പ്രവണത. ഇതിൽ സ്കൂൾ ടീച്ചേഴ്സ് ഒത്തിരി പേരുണ്ടായിരിക്കും എന്ന് ആണ് എൻ്റെ ഒരു അനുമാനം. ഇതൊക്കെ ഡിജിറ്റൽ കൾച്ചറിൻ്റെ ഒരു ഫോൾ ഔട്ടുകളാണ്. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാലും നമുക്കത് മനസ്സിലാവും. ഈ ഡിജിറ്റൽ കൾച്ചറിൽ നിന്നുള്ള ഡിജിറ്റൽ അഡിക്ഷൻ ആൻഡ് ഡിജിറ്റൽ അഡിക്ഷനിൽ നിന്ന് വരുന്ന ഡിജിറ്റൽ ഫറ്റീഗ് അല്ലെ ഡിജിറ്റൽ എക്സോഷൻ. നമ്മളൊന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ പോലും, ഇപ്പോൾ പഴയതുപോലെ നമുക്ക് കണ്ടത്തിൽ കൃഷിയില്ല, നമ്മൾ പറമ്പിലാരും നമ്മൾ പണിയെടുക്കുന്നില്ല, നമ്മൾ ഒത്തിരി ദൂരം നടന്ന് എവിടെയും പോകുന്നില്ല, എല്ലായിടത്തും ടാക്സി, ഓട്ടോ, കാറുകൾ എല്ലായിടത്തും ഉണ്ട്. ഇങ്ങനെ ഈ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ശാരീരികമായ അധ്വാനങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും വി ആർ ഓൾ കോൺസ്റ്റൻ്റ്ലി ടയേർഡ്. നമ്മൾ എന്ത് ചെയ്തിട്ടാണ് ഇത്രയും എക്സോസ്റ്റഡ് ആവുന്നത്? ഇത് എനിക്ക് മാത്രമുള്ളതാണോ, അതോ നിങ്ങൾക്കും അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ? We are constantly tired because we are overstimulated. നമ്മൾ ഓവർ സ്റ്റിമുലേറ്റഡ് ആണ് ഡിജിറ്റൽ വേൾഡ് കാരണം. നമ്മൾ ആഴ്ചയിൽ പണ്ട് 100 പേരെ പള്ളിയിൽ ഒരുമിച്ച് കണ്ടുകൊണ്ടിരുന്ന നമ്മളിന്ന് ഡെയിലി നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലും 100ഉം 150ഉം പേരുടെയും മിനിമം, ദാറ്റ്സ് എ മിനിമം നമ്പർ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട്, 150 ആൾക്കാരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് വളരെ ഇൻറ്റിമേറ്റ്ലി നമ്മൾ ഇൻവോൾവ് ആണ്.
അല്ലേ? വളരെ ഇൻറ്റിമേറ്റ്ലി ഇൻവോൾവ് ആണ് ബിക്കോസ് ഓഫ് ദ സെയിം തിങ്. നമ്മൾ പിള്ളേരുടെ ലൈഫിലോ അല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഫാമിലീസിലുള്ള ലൈഫിൽ ഇങ്ങനെ ഇത്രയും ഇൻവോൾവ് ആവുന്ന രീതിയിൽ തന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ ലൈഫിൽ ഇൻവോൾവ് ആണ്. ഇന്ന് രാവിലെ ഞാൻ വരുന്നതിന് മുമ്പാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് എന്നോട് ചോദിച്ചു ഏത് സാരിയാണ് എടുക്കുന്നത്, അതെടുത്തു കഴിഞ്ഞാൽ ഉടനെ സെൽഫി വിടുക. യു സി, വി ആർ കോൺസ്റ്റൻ്റ്ലി വയേർഡ് ആൻഡ് വി ആർ കോൺസ്റ്റൻ്റ്ലി കണക്റ്റഡ് ത്രൂ ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് വി ആർ നോട്ട് ഡിസ്കണക്റ്റിംഗ് അറ്റ് എനി ടൈം, with the result that we do not have the time or the patience to connect with Christ. And that is leaving us impoverished. It is not enriching us. നമ്മൾ ക്രൈസ്റ്റിൽ ഏകാന്തതയിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡിയിൽ കൂടെ ഇരുന്ന് കിട്ടിക്കൊണ്ടിരുന്ന സമ്പത്ത്, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, വിവേചനത്തിൻ്റെ, വിവേകത്തിൻ്റെ സമ്പത്ത് മാറി ഇപ്പോൾ ഇൻക്രീസിംഗ്ലി വി ആർ ബിക്കമിങ് പുവറർ ഈവൻ ദോ വി ആർ കണക്റ്റഡ് ടു മോർ നമ്പർ ഓഫ് പീപ്പിൾ. ഈ ഡൻബാർസ് നമ്പർ എന്ന് പറയുന്നൊരു നമ്പറുണ്ട്. അതനുസരിച്ചിട്ട് ഒരു 5 പേരോട് മാത്രമേ നമുക്ക് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. അതിങ്ങനെ ഔട്ടർ ഷെല്ലുകൾ പോലെയാണ്. 5 പേര് ഇൻറ്റിമേറ്റ്ലി, നമ്മുടെ മാതാപിതാക്കൾ, കുട്ടികൾ, അല്ലെങ്കിൽ പാർട്ട്ണർ, ഹസ്ബൻഡ്, വൈഫ്, അങ്ങനത്തെ ഒരു 5 പേര്. പിന്നെ ഒരു 10 പേര് അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ, നമ്മുടെ നെയ്ബർഹുഡ്, നമ്മുടെ ഇമ്മീഡിയറ്റ് ഫ്രണ്ട്സ്, ഫിസിക്കൽ റെലമിൽ കഴിയുന്നവർ. പിന്നെ ഒരു 15. ഈ 15 അല്ലെങ്കിൽ 20 അപ്പുറത്തോട്ട് നമുക്ക് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് വെക്കാൻ പറ്റില്ല എന്ന സയൻറ്റിഫിക്കലി റിസർച്ച്ഡ് ഒരു ഫാക്റ്റാണ്. അവിടെയാണ് നമ്മൾ 100, 150 ഫ്രണ്ട്സ്, 600 ഫ്രണ്ട്സ്, 600 ഫോളോവേഴ്സ്, 6000, 60000, 1,00,000 ഒക്കെ ആൾക്കാരുമായിട്ട് നമ്മൾ ടൈം സോൺ പോലും വ്യത്യാസമായിട്ട്, പണ്ടൊക്കെ STD വിളിക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യണമായിരുന്നു. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് ക്ഷമ പഠിക്കുന്നത്. നമ്മൾ എഴുതി വെയിറ്റ് ചെയ്യും, ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് തിരിച്ച് റിപ്ലൈ കിട്ടാനും അതിനകത്ത്. ഇറ്റ് ഈസ് ഇൻസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് എ കൾച്ചർ ഓഫ് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് എന്ത് ആഗ്രഹങ്ങളുണ്ടെങ്കിലും അത് ഇൻസ്റ്റൻ്റ്ലി അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ ചെയ്യാൻ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാൽപിറ്റേഷനാണ്. അയ്യോ, റിപ്ലൈ വന്നില്ലല്ലോ, കണ്ടില്ല. ഇനി ഒരു ബ്ലൂ ടിക്കും കൂടെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അവർ കണ്ടിട്ട് നമുക്ക് റിപ്ലൈ അയച്ചില്ല, ഇല്ലേ? നമ്മൾ അവർ പറയുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അവർ കുളിക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്യുമോ അങ്ങനെയല്ലേ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്? നമ്മളെ ഇഷ്ടമല്ല, എന്തോ ഞാൻ അന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തതിൻ്റെ വി സ്റ്റാർട്ട് ഫാബ്രിക്കേറ്റിംഗ് സ്റ്റോറീസ് ഇൻ അവർ മൈൻഡ്സ്. ആൻഡ് ദിസ് ഇസ് ഓൾ ദ ഡിജിറ്റൽ. ഇതാണ് ഈ സെർപ്പൻറ്റ്, ഡിജിറ്റൽ വേൾഡിലുള്ള സെർപ്പൻറ്റ് നമ്മുടെ മനസ്സിൽ സംശയങ്ങളുടെ വിത്ത് പാകം ചെയ്യുന്നു. അത് ആരെങ്കിലും ഒരാൾ അതിനൊരു ഇച്ചിരി വളം അല്ലെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് നമ്മുടെ എല്ലാവരുടെയും ഇമോഷണൽ ഹെൽത്തും നമ്മുടെ മെൻ്റൽ എന്താ പറയുക ഒരു പൊസിഷനും എല്ലാം വീക്കൻ ചെയ്തുകൊണ്ടുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. നമുക്ക് പെട്ടെന്നൊരു ഐസ്ക്രീം തിന്നാൻ തോന്നി, ഉടനെ തന്നെ ബ്ലിങ്കിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ സിറ്റീസിൽ ഉള്ള ആപ്പുകൾ ബ്ലിങ്കിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആമസോൺ നൗ, ആമസോൺ ഫ്രഷ്, അങ്ങനെയുള്ള പല പല ആപ്പിൽ 10 മിനിറ്റിനുള്ളിൽ ഡെലിവറി തരുന്ന ക്ഷമ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പരിശീലിക്കേണ്ട ആവശ്യമേ ഇല്ല. കുട്ടികൾ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു കൾച്ചർ തന്നെയാണ് നമ്മൾ പടർന്നു കൊടുക്കുന്നത്. രാത്രി 8 മണിക്ക് ഇപ്പോൾ അവർ പറയുകയാണ്, അയ്യോ നാളെ കൊണ്ടുപോകാൻ എനിക്ക് പെൻസിലില്ല, നോട്ട്ബുക്കില്ല എന്നാൽ നോ പ്രോബ്ലം, ഇമ്മീഡിയറ്റ്ലി തിങ്സ് ആർ ഡെലിവേർഡ്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് ആ കുട്ടിക്ക് അത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും ക്ഷമ കാണിക്കുന്നുണ്ടോ? ദാറ്റ് യു ഹാവ് ടു പ്ലാൻ യുവർ ഡേ ഹെഡ്. നാളത്തേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ, യൂണിഫോം ആണെങ്കിൽ അത് ഇന്നേ വൈകുന്നേരം തേച്ച് വെക്കുക അല്ലെങ്കിൽ രാത്രി തേച്ച് വെക്കുക, ബാഗ് അടുക്കി വെക്കുക, ടൈം ടേബിൾ അനുസരിച്ച് അടുക്കി വെക്കുക, പെൻസില്, പേന, അല്ലെങ്കിൽ എന്തെങ്കിലും സയൻസ് എക്സിബിഷൻ, പ്രൊജക്റ്റ് പ്രസൻറ്റേഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നേരത്തെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെക്കാനായിട്ട് പ്ലാനിങ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ കുട്ടികളെ? പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? So what we do is you can blink it, you can use it on Amazon, you can book it on Amazon Now or Amazon Fresh. ഇതൊരു പൈസയുടെയും ഒരു പവറിൻ്റെയും ടെക്നോളജിക്കൽ പവറിൻ്റെയും ഒരു കളിയാണ്. ബിക്കോസ് യു ആർ ബീങ് ഗിവൺ ആക്സസ് 24/7 without actually teaching discipline to the children or even having a discipline in our lives. രാവിലെ എഴുന്നേറ്റ് കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ല എങ്കിൽ കൂടെ നമ്മൾ പണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ബോറോ ചെയ്യുമായിരുന്നു. തൈര് കഴിക്കാൻ തൈരില്ല, ഒരു തക്കാളി, ഞാനൊക്കെ ഓടിയിട്ടുണ്ട് 1 ടീസ്പൂൺ തൈരിന് വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അമ്മ ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടുമായിരുന്നു, അടുത്തുള്ള കടയിൽ നിന്ന് മുട്ട വാങ്ങിച്ചുകൊണ്ട് വരിക അത് എന്നൊക്കെയുള്ള. പിന്നെ ഇച്ചിരി പ്രയാസമുണ്ട്. വെയിലത്ത് ഇറങ്ങി നടന്ന് പോയി മേടിച്ച് അവിടെ 4 പേരോട് സംസാരിച്ച് അതിൻ്റെ ഒരു സിമ്പിൾ ബേസിക് മാത്ത്
6 മുട്ടയ്ക്ക് 5 രൂപയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ഇരുന്ന് 6 × 5 30 ചെയ്തു. കാൽക്കുലേറ്റർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും സിമ്പിൾ മാത്തമാറ്റിക്സ് നമുക്ക് ചെയ്യാം. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇല്ലേ? നമ്മൾ ഉടനെ തന്നെ കാൽക്കുലേറ്റർ എടുക്കുക, ചെയ്യുക. നമ്മുടെ കോഗ്നിറ്റീവ് സ്കിൽസ് നമുക്ക് നഷ്ടപ്പെടുകയാണ്. നമ്മൾ സിമ്പിൾ മാത്തമാറ്റിക്കൽ സ്കിൽസ് അത് പ്രത്യേകിച്ച് ഞാൻ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇരുന്നത് കൊണ്ടാണ് എനിക്കത് കൂടുതലും മനസ്സിലാകുന്നത്. നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്, നമ്മുടെ മലയാളി കുട്ടികൾ അതിൽ ഒട്ടും എന്താ പറയുക വളരെ അധികം ഈ ഒരു ഫാക്ടറിൽ സ്കിൽ സെറ്റിലും അറിവിലും കാര്യങ്ങളിലെല്ലാം വളരെ മുന്നിട്ട് നിൽക്കുന്ന കുട്ടികൾ തന്നെയാണ് നമ്മുടെ മലയാളി കുട്ടികൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇത് ഒരു ഗ്ലോബൽ ഫിനോമിനനാണ്. വായനാശീലം, മാത്തമാറ്റിക്കൽ സ്കിൽസ്, അണ്ടർസ്റ്റാൻഡിങ് സ്കിൽസ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെയ്തു വരുന്ന ഒരു സംഭവമാണ് കോംപ്രിഹെൻഷൻ ആൻഡ് ആൻസേഴ്സ്. ഒരു പാസേജ് വായിച്ച് അതിൻ്റെ 4 ആൻസേഴ്സ് എഴുതുക എന്നുള്ളത്. നമുക്ക് എന്ത് മനസ്സിലായി അതിൻ്റെ സാരാംശം എഴുതുക, അല്ലെ പ്രസി റൈറ്റിംഗ് എന്നൊക്കെയുള്ളത്. ഇപ്പം നമ്മുടെ അറ്റൻഷൻ സ്പാൻ എത്രയാണെന്നറിയോ? നമ്മൾ ഗോൾഡ് ഫിഷില്ല, നമ്മൾ ഫിഷ് ടാങ്കിലിട്ട് വളർത്തുന്ന ഗോൾഡ് ഫിഷ് ഉണ്ടല്ലോ, ഒരു ഗോൾഡ് ഫിഷിന് ഒരു 5-6 സെക്കൻഡേ ചലിക്കാണ്ട് നിൽക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഒരു സമയത്ത് കൊച്ചുകുട്ടികൾക്ക് ഉണ്ടായി വരുന്ന കൊച്ചുകുട്ടികൾക്ക് 1 മിനിറ്റ് 2 മിനിറ്റ് ഒക്കെ അറ്റൻഷൻ സ്പാൻ ഉള്ളിടത്ത് ഇപ്പം നമുക്ക് വെറും 7 സെക്കൻഡ് മാത്രമേ നമ്മൾ അറ്റൻഷൻ സ്പാൻ ഉള്ളൂ. വി ആർ വേഴ്സ് ദൻ ഗോൾഡ് ഫിഷ്. അതുകൊണ്ടാണ് നമ്മുടെ സുദീർഘമായ കുർബാനകളിലും അല്ലെങ്കിൽ പള്ളികളിൽ വരാനും ഒക്കെ നമ്മുടെ പ്രസൻറ്റ് ജനറേഷൻ വൈമുഖ്യം കാണിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇറ്റ്സ് സോ ബോറിങ്. ആൻഡ് ദെൻ യു കാൻ ടേക്ക് യുവർ ഫോൺ ഔട്ട് അറ്റ് ഓൾ. അതിൻ്റേതായ അച്ചടക്കം നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രാവിലെ വെളുപ്പിനത്തെ കുർബാനയ്ക്കൊക്കെ പ്രത്യേകിച്ച് ഡൽഹിയിലൊക്കെ തണുപ്പൊക്കെ ഉള്ള സമയത്ത് ഇഫ് യു സീ ദം, കുട്ടികളെ നമ്മൾ നിലത്തിരുത്തി എല്ലാവരുടെ കയ്യിലും ഫോൺ കൊടുത്തേക്കാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ അമ്മമാർക്ക് സമാധാനമായിട്ട് കുർബാന കാണാൻ പറ്റുള്ളൂ. ആൻഡ് കുട്ടികൾ അതിനകത്ത് മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്യുകയാണ്. പള്ളിയിൽ കുർബാന നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ മൈൻഡ്ലെസ്ലി സ്ക്രോൾ ചെയ്യുകയാണ്. കാർട്ടൂണുകൾ, വാട്സാപ്പ് ചാറ്റുകൾ. അതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം എൻ്റെ കൊളീഗ്സിൻ്റെ തന്നെ കുട്ടികൾ വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കും. അത് ABCD, അത് അവർ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല, അവർക്ക് കിട്ടുന്ന ഇതിൽ അവർ സ്ക്രോൾ ചെയ്യുന്നു, അവർ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നു, അങ്ങനെ വരുന്നു, ഇടയ്ക്ക് കോളുകൾ പോകുന്നു. ഇതൊന്നും നമ്മൾ അറിയുന്നതേ ഇല്ല. നമ്മൾ ആ ഒരു അച്ചടക്കം ശീലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു കാപട്യം, അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡ് നമ്മൾ അറിയാതെ തന്നെ. ആൻഡ് വി ഡോണ്ട് ഈവൻ പോസ് ടു തിങ്ക് ദറ്റ് ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു അസ്. ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ഫാമിലീസ്. ഈ കുർബാനകളിൽ അച്ചടക്കത്തോടുകൂടി കണ്ടുകൊണ്ടിരിക്കുന്ന പലരും കാസായും പിലാസായും എഴുന്നള്ളിച്ച് വരുമ്പോൾ തന്നെ എല്ലാവരുടെയും മിക്കവാറും സ്മാർട്ട് ഫോൺ പുറത്തുണ്ട് ടു ടേക്ക് എ ഫോട്ടോഗ്രാഫ്. പ്രത്യേകിച്ച് ഇത് പെരുന്നാളുകളുടെയൊക്കെ അത് അന്നേരം അത് വളരെ കൂടുതലാണ്. ഈസ്റ്ററിനാണെങ്കിലും സ്ലീബ വാഴ്ത്തുന്ന സമയത്ത്, കുരുത്തോല ഓശാനിക്ക് കൊടുക്കുന്ന സമയത്ത്, ഇതെല്ലാം നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്ത് നമ്മുടെ ഗാലറി ഇങ്ങനെ ഫുള്ളാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മൾ തിരിച്ചെപ്പോഴേലും പോയി ആ പ്രാർത്ഥന നോക്കുന്നുണ്ടോ? തിരിച്ചെപ്പോഴെങ്കിലും പോയി കുരുത്തോല കാണുമോ അല്ലെങ്കിൽ സ്ലീബ വാഴ്വ് നോക്കുമോ? ഒന്നുമില്ല. ബട്ട് വി നീഡ് ദാറ്റ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് പോസ്റ്റിംഗ് ഇറ്റ് ഇൻ ദ സ്റ്റേറ്റസ് മൈൻഡ്ലെസ്ലി. അത് ആർക്കത് സെൻസ് ഉണ്ടാക്കുന്നു, സെൻസ് അത് നമുക്ക് വേണ്ടിയാണോ? നമ്മളത് കണ്ടു, നമ്മളത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് അറ്റ് ദ സെയിം ടൈം വി വോണ്ട് ടു നൗ ബ്രോഡ്കാസ്റ്റ് ടു അതേഴ്സ്. വി വോണ്ട് ദ വേൾഡ് ടു നോ ദാറ്റ് വി ഡിഡ് ദിസ്. അതുകൊണ്ടാണ് നമ്മളൊരു ഹോളിഡേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റസ് ഇടും. ഊട്ടി ഓർ കൊടൈക്കനാൽ ഓർ ഡൽഹി ഓർ സ്റ്റേറ്റ്സ് ഓർ wherever we are holidaying, it becomes important for us to let the world know that we have bought this car, that we have attended this event, we are holidaying in a particular place or in a particular resort or a 5-star hotel, we ate a meal in a 5-star hotel. ആൾക്കാരെ ബോധിപ്പിക്കണം. ആ ബോധിപ്പിക്കേണ്ടതായ ഒരു പ്രവണത ഇൻക്രീസിംഗ്ലി നമ്മളിൽ വരുന്നത് ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ മാസ്മരികത അല്ലെങ്കിൽ കാപട്യം നിറഞ്ഞ ഒരു ഫേക്ക് മേക്ക് ബിലീവ് വേൾഡിൻ്റെ ഒരു പ്രയാസം ആണിത്. How does that sit with Christian values? Christian value which was ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും സിംപ്ലിസിറ്റി ആണ് എന്താ ക്രിസ്തീയ മക്കളുടെ ഒരു മുഖമുദ്ര എന്ന്. വളരെ ലാളിത്യം നിറഞ്ഞ ജീവിതശൈലി, വെള്ള മാത്രം ധരിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിതശൈലി, അധികം ആഭരണങ്ങളോ അല്ലെങ്കിൽ അധികം മോടി പിടിപ്പിച്ച കാര്യങ്ങളോ ഒന്നും അവരുടെ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും വളരെയധികം സിമ്പിളായിട്ടും വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതിന് പകരമാണ് ഇപ്പോൾ നമ്മളൊരു 5 പേരുണ്ടെങ്കിൽ ഒരു 5 കാറ്, വളരെ വളരെ വലിയ വീടുകൾ,
നമ്മൾ സിംപ്ലിസിറ്റിയിൽ നിന്ന് നമ്മൾ ഒത്തിരി മുമ്പോട്ട് പോയിരിക്കുന്നു. അതായത് നഗ്നനായി കിടന്ന് നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി ചമ്മട്ടിവാർ അടിച്ച് കുന്തത്താൽ കുത്തപ്പെട്ട് വിലാവിൽ കുത്തപ്പെട്ട് മരിച്ച ക്രൂശിൽ തറച്ച ഒരു ക്രിസ്തുവിൻ്റെ അനുയായികൾ എന്ന നിലയിൽ നമുക്ക് ഇത്രയും മോടിയുടെയും ഇത്രയും കാപട്യത്തിൻ്റെയും ഇത്രയും മാസ്മരികതയുടെയും ആവശ്യം ഉണ്ടോ എന്ന് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി വി നീഡ് ടു തിങ്ക് ദിസ് ടുഗെദർ ദറ്റ് വേർ ആർ വി ഹെഡഡ്. അത് 2026 നിൽക്കുന്ന സ്ത്രീകളോടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ആ ചോദ്യം ചോദിക്കാൻ അത് എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ബൈബിൾ ബേസ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇതിനകത്തൊരു ഒരു കാവിയേറ്റ് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. ഈ സ്ത്രീ ജാഗ്രത എന്നുള്ളത് നമ്മുടെ ബൈബിളിലെ സ്ത്രീകൾ എന്നുള്ള കഥാപാത്രങ്ങൾ MC ആദ്യമേ തന്നെ പറഞ്ഞു. സോറി, ഐ ഡിഡ്ന്റ് ഗെറ്റ് യുവർ നെയിം. ബിനു ഇൻട്രൊഡക്ഷനായിട്ട് ഫസ്റ്റ് ലൈൻ തന്നെ ബിനു എടുത്തു പറഞ്ഞു. മഗ്ദലന മറിയം, ജോആന, സുസാന, ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ്. ഇവിടെയുള്ള പലരും മഗ്ദലീന മറിയത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇൻഫാക്റ്റ് ക്രിസ്ത്യാനിറ്റി, ക്രൈസ്റ്റിൻ്റെ റെസറക്ഷൻ, ക്രൈസ്റ്റ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം വിളിച്ചു പറയപ്പെടുന്നത്, അല്ലെങ്കിൽ സത്യം കർത്താവ് ചൂസ് ചെയ്തത് ഒരു വുമണിനെയാണ്, ഒരു സ്ത്രീയാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ബഹുമാനപ്പെട്ട എപ്പിസ്കോപ്പ പറഞ്ഞതുപോലെ ആ ഒരു ഡെയർ, ആ ഒരു പാഷൻ ഫോർ ക്രൈസ്റ്റ് അത്രയും ഇൻഫ്യൂസ് ചെയ്ത മേരി മാഗ്ഡലിനാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സഭയുടെ അടിത്തറ ആയ ക്രിസ്തുവിൻ്റെ റെസറക്ഷൻ എന്ന സത്യം വെളിപ്പെട്ടത് 12 അപ്പോസ്തലന്മാർക്കല്ല, കന്യകമറിയാമിന് അമ്മയ്ക്കല്ല, ബട്ട് ഇറ്റ് ഇസ് ടു മാഗ്ഡലിൻ മേരി. Because she was present. She chose to be present there, to be alert, to be vigilant. ഉറക്കമിളച്ച് പാതിരാവിൽ അവിടെ നിന്ന് കർത്താവിനെ അന്വേഷിക്കാനുള്ള ശക്തിയും ജാഗരൂകതയും കാണിച്ചത് ഇറ്റ്സ് മേരി ഓഫ് മാഗ്ഡലീൻ, ഹു വാസ് ഗിവൺ എ സെക്കൻഡ് ലീസ് ഓഫ് ലൈഫ്. അവളുടെ ഇംപെർഫെക്ഷനിൽ പെർഫെക്റ്റ് ആക്കിയ കർത്താവിൻ്റെ കൃപ കല്ലെറിയാനായിട്ട് ആൾക്കാർ ഉതകിയ മാഗ്ഡലീൻ മറിയാമിൻ്റെ കണ്ണുനീര് വീണ കർത്താവിൻ്റെ കാലുകളിൽ അത് തുടച്ച് വൃത്തിയാക്കി വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള, അതായത് സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ക്രിസ്തു പ്രവർത്തിച്ചു എന്നുള്ളത്, സമൂഹം തിരസ്കരിച്ചതായ ആൾക്കാർ, കുരുടൻ, കൂനി, മരിച്ചവർ, ടാക്സ് കളക്ടർ, പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, വിധവകൾ, ഇവരിലെല്ലാവരിലും മിറക്കിൾ പ്രവർത്തിച്ച ഏക ഹീറോ ഇൻ വേൾഡ് ലിറ്ററേച്ചർ ഇസ് ഓൺലി ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ്സ് ഓൺലി ജീസസ് ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റിൻ്റെ അനുയായികളാണ് നമ്മൾ. ആ ഹവായുടെ മാത്രമല്ല, ആ മേരി മാഗ്ഡലിൻ്റെ പാരമ്പര്യവുമുള്ള സ്ത്രീകളാണ് നമ്മൾ. അലേർട്ട്, പീപ്പിൾ ഹൂ ഷോ ദ ഡെയർ, പീപ്പിൾ ഹൂ ഹാവ് ദ കറേജ് ടു ക്വസ്റ്റ്യൻ ആൻഡ് ഗോ ആഫ്റ്റർ ക്രൈസ്റ്റ് ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് ദ ഡിഫിക്കൽട്ടീസ് ആർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ബൈബിളിൽ പഴയ നിയമം കമ്പൈൽ ചെയ്തിരിക്കുന്നത് ജൂയിഷ് ട്രഡീഷൻ അനുസരിച്ചിട്ടാണ്. പുതിയ നിയമം 4-ാം നൂറ്റാണ്ടിൽ പരിണമിക്കുന്നത് പല പല കൗൺസിലുകളുടെ വർക്കാണ്. അത് ആ കൗൺസിലുകളുടെ മിക്കവാറും ഭാഗമായിട്ടിരിക്കുന്നതും പുരുഷന്മാരാണ്. ഇവിടെ നിന്നാണ് കൗൺസിൽ ഓഫ് ഹിപ്പോ, കൗൺസിൽ ഓഫ് റോം, ഇങ്ങനെയുള്ള കൗൺസിലുകളുടെ എക്യുമെനിക്കൽ സിനഡുകൾ, ഇതിലെയൊക്കെ ഡിസ്കഷനിലൂടെയും ഒക്കെ ഉരുത്തിരിഞ്ഞ ഒരു ബൈബിളാണത് 4-ാം നൂറ്റാണ്ടിൽ. അത് 2026 നമ്മൾക്ക് എങ്ങനെ റെലവൻ്റായി വായിക്കാം, എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വൽ ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. സ്ത്രീ ശാക്തീകരണം, അതും പ്രത്യേകിച്ച് കേരളം പോലെ ഒരു സംസ്ഥാനത്ത്, അതിവിടെ 100% ലിറ്ററസി മാത്രമല്ല, നമ്മുടെ വോട്ടർ ടേൺ ഔട്ട്, നമ്മളുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, നമ്മളുടെ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ലേബർ വർക്ക് ഫോഴ്സ്, ഇതിലെല്ലാം വളരെയധികം മുന്നിൽ നിൽക്കുന്ന, ഇൻ മോർ വേസ് ദൻ വൺ, ഈവൻ എഹെഡ് ഓഫ് യൂറോപ്യൻ കൺട്രീസ് ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് as well. Most of the West is behind Kerala as far as these indices are concerned. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തെ വളരെ ഫോർവേഡായി ചിന്തിക്കുന്ന മാർത്തോമ സഭയുടെ സേവിക സംഘം ത്തിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ, നമ്മൾ ഈ 4-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ ബൈബിളിനെ നമ്മൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു, എങ്ങനെ അതിനെ 2026 റെലവൻ്റ് ആക്കി വായിക്കുന്നു എന്നുള്ളത് ആണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചാലഞ്ച്.
നമ്മളുടെ പ്രാർത്ഥനകൾ, നമ്മളുടെ ബിബ്ലിക്കൽ റീഡിങ്സ്, അതിന് വളരെ അന്വർത്ഥമായിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ബിബ്ലിക്കൽ റീഡിങ് ജാഗ്രതയോടുകൂടി ജാഗരൂകരായി ഉണർന്നിരുന്ന കന്യകമാരുടെ കഥ അവിടെ പറഞ്ഞതും അത് തന്നെയാണ്. അതാണ് അതിൻ്റെ ആ ഒരു സെറ്റിംഗ് ദ ടോൺ എന്ന് പറയുന്നത്, കീനോട്ട് അത് സെറ്റ് ചെയ്യുന്നത്. വേർ യു ഹാവ് ടു ബി ഫേം, വേർ യു ഹാവ് ടു ബി ഫേം. അവിടെ അസ്ഥാനത്തുള്ളൊരു കൈൻഡ്നെസ് അല്ല. ആ കന്യകമാരോട് എണ്ണയില്ലാത്തവർ എണ്ണയുള്ളവരോട് വന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇല്ലാണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതുകൊണ്ട് നിങ്ങൾ പോയി മേടിക്കുക എന്ന് വിവേകത്തോടുകൂടി പറയുന്ന സ്ത്രീകളാണ് അവർ. അല്ലെങ്കിൽ അയ്യോ നിങ്ങളുടെ കയ്യിലില്ലേ ഉള്ളത് എൻ്റെയും കൂടെ ഉള്ളത് തന്നു എന്നുള്ളതല്ല അവിടുത്തെ പാഠം. വിവേചനം, പ്രൂഡൻസ്, വിവേകം, ബുദ്ധി, ജ്ഞാനം, നോളജ്, ഇതൊക്കെ പരിശുദ്ധാത്മാവ് തരുന്നതാണ്. ഇതൊക്കെ കർത്താവിൻ്റെ അനുഗ്രഹങ്ങളാണ് ഇത് നമുക്ക് കിട്ടുക എന്നുള്ളത്. ദാറ്റ് ഓൾസോ ഗിവ്സ് us the courage, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ the courage to be disliked. ഈ 5 കന്യകമാർക്ക് ഇനി അവർക്ക് പ്രയാസം തോന്നുമോ, അല്ലാന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ എന്താ പറയുക ലൈക്കബിൾ കോഷ്യൻ്റ് താഴെ പോവോ എന്നൊന്നും വിചാരിച്ച് ഇവർ പകർത്തി കൊടുക്കുകയല്ല. അവരവരുടെ കാര്യം നോക്കി ഇരുന്നത് കൊണ്ട്, ജാഗ്രത പാലിച്ച് ഇരുന്നത് കൊണ്ട് മണവാളൻ വരുമ്പോൾ അവർക്ക് വിരുന്നിൽ ഒത്തുചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ മണവാളനാണെങ്കിലും കൊട്ടി അടയ്ക്കുന്ന ഒരു ഡോർ കൊട്ടി അടയ്ക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്, ഇല്ലേ? അതാണ് സ്ത്രീ ജാഗ്രത, അതാണ് ബൈബിളിൽ പറയുന്ന സ്ത്രീ ജാഗ്രത. ആൻഡ് ഇൻ ദ ഡിജിറ്റൽ വേൾഡ്, ഹൗ ഡു വി ടെസ്റ്റ് ദാറ്റ് വിജിലൻസ് ഓഫ് വിമൻ, അലേർട്ട്നെസ് ഓഫ് വിമൻ? സദൃശ്യവാക്യങ്ങളിലുമൊക്കെ ഒത്തിരി ബിബ്ലിക്കൽ വചനങ്ങളുണ്ട്. രാവിലെ എഴുന്നേറ്റ് പണിയുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ അവരുടെ ഐശ്വര്യങ്ങൾ കുടുംബത്തിന് വരുന്നത്. ആൻഡ് ഹൗ ഡു വി ടെസ്റ്റ് ദാറ്റ് അഗൈൻസ്റ്റ് ദ ഡിജിറ്റൽ വേൾഡ്? അതാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഒരു ചാലഞ്ച് എന്ന് പറയുന്നത്. ഡിജിറ്റൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു കോൺസിക്വൻഷ്യൽ ഫറ്റീഗ് നമ്മൾ പറയുമ്പം വളരെ കാര്യമായിട്ട് തന്നെ പറയേണ്ട കാര്യമാണ് സ്ക്രീൻ ടൈം. നിങ്ങൾ സ്ക്രീൻ ടൈമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മൾ ഒരു ദിവസം എത്ര നേരം ഈ സ്ക്രീനിൽ നോക്കി എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഫോണിൻ്റെ സെറ്റിങ്സിൽ നോക്കിയാൽ കിട്ടും. നമ്മൾ പറയപ്പെടുന്നത് സ്മാർട്ടാണ് ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു 10% മാത്രമേ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. നമ്മളൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വിട്ടു, ഒരു പേയ്മെൻറ്റ് നടത്തി എന്നുള്ളതല്ലാണ്ട് ഇറ്റ് ത്രോസ് അപ്പ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ്സ് ഓൾസോ. അതിലൊത്തിരി പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അതിലൊന്നും നമ്മൾ കടക്കാണ്ട് അതിൻ്റെ ഒരു മാസ്മരികതയിൽ മാത്രം നമ്മൾ ട്രാപ്പ് ചെയ്യപ്പെട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ സ്ക്രീൻ ടൈം ഇസ് സംതിങ്. നിങ്ങളെല്ലാവരും ഇന്ന് തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് സെറ്റിങ്സിൽ പോയിട്ട് ജനറൽ ഫീച്ചേഴ്സിൽ സ്ക്രീൻ ടൈം കിട്ടുന്നതാണ്. ആ സ്ക്രീൻ ടൈം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എത്ര നേരം ഈ സ്ക്രീൻ നോക്കിയിരിക്കുന്നുണ്ടെന്നുള്ളത്. എൻ്റെയൊക്കെ ഒരു ആവറേജ് 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ, 8 മണിക്കൂറൊക്കെ ഉണ്ട്. 8 മണിക്കൂറൊക്കെ വരുന്ന സമയങ്ങളുണ്ട്. അത് കോളാവാം, അത് യൂട്യൂബിൽ വീഡിയോ വാച്ച് ചെയ്യുന്നതാവാം, അതിൽ ഇൻസ്റ്റഗ്രാമിൽ റീല് പോസ്റ്റ് ചെയ്യുന്നതാവാം, നമ്മൾ വോയിസ് നോട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ചുമ്മാ ഡൂം സ്ക്രോളിംഗ് എന്നാണ് അതിന് പറയുന്നത് തന്നെ. അതിന് ഡം സ്ക്രോളിംഗ് അല്ല, ഡൂം സ്ക്രോളിംഗ് എന്ന് തന്നെയാണ് പറയുന്നത്. നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും അടുത്തത് സൈഡിൽ വരികയാണ്. ദാറ്റ് ഈസ് ദി ആൽഗോരിതം. ഇത് കാണാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? നമ്മൾ ഒരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത പാട്ട് നമുക്ക് സൈഡിൽ സജഷനായിട്ട് വരികയാണ്. ദിസ് ഈസ് വാട്ട് ഈസ് വെരി വെരി ഡിഫറെൻറ്റ് ഫ്രം ടെലിവിഷൻ. ടെലിവിഷൻ ഉണ്ടായിരുന്ന സമയത്ത് നമുക്കിത് കൺട്രോൾ ചെയ്യാനുള്ളൊരു വഴിയില്ലായിരുന്നു, അല്ലെ അവർക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാനുള്ളൊരു വഴിയില്ലായിരുന്നു. 7 തൊട്ട് 7:30 വരെ അല്ലെങ്കിൽ സീരിയലുകൾ അല്ലെങ്കിൽ സിനിമ അത് നമ്മൾ കാണുന്നു. ഉടനെ തന്നെ അവർ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന്. നമ്മുടെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി മാത്രം കേറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് ഇങ്ങനെ വൺ ആഫ്റ്റർ ദി അതർ, ബിക്കോസ് അൽഗോരിതം ഈസ് വാച്ചിങ് യു, അൽഗോരിതം ഈസ് സ്റ്റഡിയിങ് യു, ആൻഡ് ദാറ്റ് ഈസ് ദ ഡേഞ്ചർ ഓഫ് ഡിജിറ്റൽ വേൾഡ്. നിങ്ങൾ എവിടുന്ന് എന്ത് മേടിച്ചു, എത്ര നേരം നിങ്ങളൊരു സിനിമ കണ്ടു, എത്ര നേരം നിങ്ങളൊരു പാട്ട് കേട്ടു എന്നൊക്കെയുള്ളത് അൽഗോരിതം ഈസ് സ്റ്റഡിയിങ് യു. ആൻഡ് ആ സ്റ്റഡി അനുസരിച്ച് ദേ വിൽ കീപ് പുഷിങ് യു അഡ്വർടൈസ്മെൻറ്റ്സ്, ദേ വിൽ കീപ് പുഷിങ് യു വീഡിയോസ്, ബിക്കോസ് ദേ വോണ്ട് യു ടു സ്പെൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ടൈം ഓൺ സംതിങ്. നിങ്ങൾ യൂട്യൂബ് കാണുന്തോറുമാണ് യൂട്യൂബ് ക്രിയേറ്റേഴ്സിന് പൈസ കിട്ടുന്നത്, അഡ്വർടൈസ്മെൻറ്റ്സ് പോപ്പപ്പ് ചെയ്യുന്നത്, യൂട്യൂബിന് അത്രയും പൈസ കിട്ടുന്നത് ആ സ്പോൺസർ ആഡ്സ് കിട്ടുമ്പോഴാണ്. ഞാൻ പൊതുവേ എന്താ പറയുക, നമ്മൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പം മീൻ വറുക്കുന്ന ഒരു വല്ലാത്തൊരു പ്രയാസമുള്ളൊരു സംഭവമാണ് മണം എന്നുള്ളത്. അത് മത്തിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലും പ്രയാസം. അപ്പോൾ ഈ ഡൽഹിയിലും ബാംഗ്ലൂരൊക്കെ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. പക്ഷെ മത്തി omega-3 ഫാറ്റി ആസിഡ്സും
ഒക്കെ വളരെ റിച്ച് ആയിട്ടുള്ള സാർഡിൻ ഇസ് വെരി വെരി ഗുഡ് ഫിഷ് ഫോർ ഹെൽത്ത്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഡയറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ ഞാനൊരു ദിവസം സാറ്റർഡേ യൂട്യൂബിൽ മത്തി കൊണ്ടുള്ള മത്തി റെസിപ്പീസ് ഞാൻ അടിച്ചു. ഒരു 22 റെസിപ്പി എനിക്ക് കിട്ടി. നാടൻ മത്തി ഫ്രൈ, മത്തി മുളകിട്ട് പറ്റിച്ചത്, മത്തി മാങ്ങ പീര, പിന്നെ മത്തി പൊള്ളിച്ചത്, മത്തി പുളിയിലിട്ടത്. ഐ മീൻ ഈ 22 റെസിപ്പിയാണ്. ആൻഡ് ഐ എം ഓവർ സ്റ്റിമുലേറ്റഡ് നൗ, ഐ എം ഓവർവെൽംഡ് റൈറ്റ് നൗ. ഇതിൽ ഏതുണ്ടാക്കണം എന്നുള്ളതാണ് ഒരു പ്രയാസം. അപ്പോൾ അതിനകത്ത് ഞാൻ മത്തി നാടൻ ഫ്രൈ ആണെന്ന് തോന്നുന്നു ഞാൻ കണ്ടത്. ഉടനെ തന്നെ അടുത്തത് വരികയാണ് മത്തി പൊള്ളിച്ചത്. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ യൂട്യൂബിൽ ഈ കേരള റെസിപ്പീസ് മാത്രം അപ്പം ചെയ്യുന്ന ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ ഒന്നൊന്നായിട്ട് വരികയാണ്. ഫൈനലി ഞാൻ കണ്ടുപിടിച്ച ഒരു റെസിപ്പി മത്തി പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ കണ്ടുപിടിച്ചത്. അപ്പോൾ പ്രഷർ കുക്കറാകുമ്പോൾ അത് അടഞ്ഞിരിക്കുകയും ചെയ്തോളൂ, അതിനകത്തൊന്നും മണം അധികം കാര്യമായിട്ട് വരികയില്ല. അത് ഞാൻ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷമീംസ് കുക്കിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ എപ്പോൾ യൂട്യൂബ് തുറന്നാലും ഷമീംസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോ എനിക്ക് വരും. കാരണം ഞാൻ ഷമീംസ് കുക്കിങ്ങിൻ്റെ ഒരു റെസിപ്പി കണ്ടതുകൊണ്ട് യൂട്യൂബ് തിങ്സ് ദറ്റ് ഐ വുഡ് നാച്ചുറലി ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ദറ്റ് ഷീ ഹാസ് അപ്ലോഡഡ്. അതിപ്പോൾ മത്തി ആയിക്കോട്ടെ, വേറെ മീനായിക്കോട്ടെ, ഐ ഡോണ്ട് നോ വാട്ട് എവർ ഷീ ഈസ് കുക്കിംഗ്, ഞാൻ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ കുക്കിംഗ് റെസിപ്പീസ് എല്ലാം വന്നു തുടങ്ങും. ഇന്നിപ്പോൾ ഞാൻ ഗൂഗിൾ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ യൂട്യൂബിൽ ഞാൻ തിരിച്ച് ചെന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ പാടിയ 2 പാട്ടുകളും അതിൻ്റെ ലിറിക്സ് കിട്ടാനായിട്ട് ഞാൻ ഇന്നത് ഡെഫിനറ്റ്ലി ഞാനത് യൂട്യൂബിൽ പോയി ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. ഞാൻ ഈ 2 പാട്ടുകൾ യൂട്യൂബിൽ കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തുള്ള എല്ലാ സേവികാ സംഘം എവിടെയൊക്കെ പാട്ട് പാടിയിട്ടുണ്ടോ ആ പാട്ടുകളെല്ലാം യൂട്യൂബ് എനിക്ക് സജസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇത് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് കാണാൻ. നല്ല കാര്യം, ദൈവവചനം, ടെക്നോളജി എയ്ഡഡ് ഒരു ഇത്. പക്ഷേ അതിനകത്ത് ഹിഡൻ ഇതെന്താ പറയുക, ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പം താഴെ കൂടെ ആമസോണിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരും. നെവർ ബിഫോർ സെയിൽ എൻഡ്സ് അറ്റ് മിഡ് നൈറ്റ്. പിന്നെ മിന്ത്രയുടെ എൻഡ് ഓഫ് റീസൺ സെയിൽ, എൻഡ് ഓഫ് സീസൺ സെയിൽ, EOSS എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് ചുരിദാറാവാം, സാരി ആവാം, ചെരുപ്പാവാം. അപ്പം 1000 രൂപയ്ക്ക് കിട്ടുന്ന ചെരുപ്പ് 200 രൂപയ്ക്ക് കിട്ടുന്നോ? വാട്ട് ആൻ അട്രാക്റ്റീവ് ഫീച്ചർ. അപ്പം ഞാൻ കനിവുള്ള കർത്താവ് ഇതെല്ലാം ഞാൻ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ നോക്കുന്നത് 1000 രൂപയുടെ ചെരുപ്പ് 200 രൂപയ്ക്ക് കിട്ടുന്ന സെയിലിലോട്ടാണ് എൻ്റെ കണ്ണുകൾ പോകുന്നത്. ബിക്കോസ് ദിസ് ഇസ് ക്യാപിറ്റലിസംസ് മെക്കാനിസം. ദേ വോണ്ട് യു ടു ബൈ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേ വോണ്ട് യു ടു ബൈ. എന്നിരുന്നെങ്കിൽ മാത്രമേ ഈ ക്യാപിറ്റലിസ്റ്റ് സ്ട്രക്ചർ ഇത് പോവുള്ളൂ. ഞാൻ ഇനി അറിയാണ്ട് ഈ 1000 രൂപയുടെ ചെരുപ്പിൻ്റെ കാര്യം ക്ലിക്ക് ചെയ്ത് വേറെ വിൻഡോ, എസ്പെഷ്യലി ഇഫ് ഐ എം ഓൺ എ ലാപ്ടോപ്പ്, നമ്മൾ സ്മാർട്ട് ഫോണിലാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് നിന്ന് പോകും. ലാപ്ടോപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ഈ പാട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കാണും. എനിക്ക് ലോകത്തുള്ള എല്ലാ ചെരുപ്പുകളും 1000 രൂപയുടെ 200 രൂപയ്ക്ക് കിട്ടുന്ന എല്ലാ ചെരുപ്പുകളും എനിക്ക് കാണാൻ പറ്റും. ആൻഡ് അതിനകത്ത് ഫേക്ക് അർജൻസി കൾച്ചർ. ഈ സെയിൽ മിഡ് നൈറ്റ് വരെയുള്ളൂ. ഗ്രാബ് ദ ഡീൽ ബിഫോർ ഇറ്റ്സ് ഗോൺ. ദിസ് ഇസ് ഹൗ വി ആർ വയേർഡ്. ഹ്യൂമൻ ബ്രെയിൻ ഇസ് വയേർഡ് ടു ടേക്ക് ഓൺ എ ചാലഞ്ച്. അപ്പം നമുക്കൊരു റേസാണ്. ഈ 12 മണിക്ക് മുമ്പ് ഞാനിത് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 800 രൂപയാണ് ലാഭിക്കാൻ പറ്റുന്നത്. 1000 രൂപയുടെ 200 രൂപ. നമ്മൾ ചിന്തിക്കുന്നില്ല ഈ 200 രൂപയും ഞാനിവിടെ ചിലവാക്കേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ചെരുപ്പിനോട് ആവശ്യമില്ല. പക്ഷേ ദി അൽഗോരിതം, ഇതിന് UI/UX എന്ന് പറയും, യൂസർ ഇൻ്റർഫേസ് അല്ലെങ്കിൽ യൂസർ ഡിസൈൻ. ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് എ വെരി വെരി ഹൈലി സ്കിൽഡ് ജോബ് വിച്ച് ഇസ് മെൻറ്റ് ടു മാനിപ്പുലേറ്റ് യു ഇമോഷണലി. അതായത് ഏറ്റവും വില കൂടിയ സാധനമാണ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുള്ളൂ, ഏറ്റവും വില കുറഞ്ഞ സാധനം താഴെ വരുള്ളൂ. ബിക്കോസ് ദേ വോണ്ട് യു ടു സ്പെൻഡ് മോർ. ഈ ഗൂഗിളിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ മിക്ക ലോഗോകളും ബ്ലൂ കളർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ബ്ലൂ ആണ് ആദ്യം വന്നത് എന്നുള്ളതല്ല. ബ്ലൂ ഇസ് ദ കളർ ഓഫ് ഹാപ്പിനെസ്. ബ്ലൂ ഇസ് എ മൂഡ് ലിഫ്റ്റർ. അതുകൊണ്ടാണ് പല കടകളിലും നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഈസ് യൂഷ്വലി ബ്ലൂ. അതുകൊണ്ടാണ് റീറ്റെയിൽ തെറപ്പി എന്ന് തന്നെ നമ്മൾ പറയുന്നത്. നമ്മളൊരു കടയിൽ പോയി അതിൻ്റെ ലൈറ്റും അതിനകത്ത് കയറി ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഫ്രേഗ്രൻസ്, അതിനകത്തെ ഒരു സോഫ്റ്റ് മ്യൂസിക്, വി ഇൻസ്റ്റൻ്റ്ലി ഫീൽ റിലാക്സ്ഡ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഗിവൺ ദ ടേം ഓഫ് റീറ്റെയിൽ തെറപ്പി. തെറപ്പി ഈസ് സംതിങ് ദറ്റ് യു ഡു മെഡിക്കലി ഓർ ക്ലിനിക്കലി. നമ്മൾ തെറപ്പിക്ക് പോകുന്നത് നമ്മുടെ ശാരീരിക അല്ലെങ്കിൽ മാനസിക സുഖത്തിന് വേണ്ടിയുള്ള തെറപ്പികൾ നമ്മൾ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ ബീൻ ഗിവൺ ദ നെയിം ഓഫ് റീറ്റെയിൽ തെറപ്പി. ഷോപ്പിങ്ങിന് പോകുക എന്നുള്ള, കൂട്ടം കൂടി ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് ഇറ്റ്സ് എ ഗ്രേറ്റ് സോഷ്യൽ ആക്ട്.
നമ്മൾ ഒരുമിച്ച് പോയി എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്ന ഒരിത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മറഞ്ഞിരിക്കുന്ന സർപ്പങ്ങൾ ഈ ഡിജിറ്റൽ വേൾഡിലെ. നമ്മൾ എന്തെങ്കിലും കാര്യമായി കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ സർപ്പം നുഴഞ്ഞു കയറി നമ്മുടെ ഇടയിൽ വന്ന് നമുക്ക് ചോദിക്കും, ഈ സാരി വേണോ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ സെയിലുകൾ അത് വളരെ റീജിയൻ സ്പെസിഫിക് ആണ്. ഞാൻ ഡൽഹിയിലിരുന്നത് സെർച്ച് ചെയ്താൽ ദിവാലിയുടെ ഓഫറുകൾ വരും. ഞാൻ നാട്ടിലിരുന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വിഷു അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്തുള്ള സെയിലുകൾ, ബിക്കോസ് ദേ നോ യുവർ ലൊക്കേഷൻ. നമ്മുടെ സ്മാർട്ട് ഫോണിൽ നമ്മുടെ ലൊക്കേഷൻ ഓണാണ്. ആൻഡ് ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി ട്രാക്കിംഗ്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി ഏത് റൂട്ട് എടുത്താണ് ഞാൻ ഇന്ന് മാങ്ങാനത്ത് എത്തിയെന്നുള്ളത് ഈവൻ ബിഫോർ എൻ്റെ അമ്മയ്ക്ക് അറിയാവുന്നതിന് മുമ്പ് തന്നെ ഗൂഗിൾ ഹെഡ് ക്വാർട്ടേഴ്സ് നോസ് ദറ്റ് ഐ ആം ഇൻ മാങ്ങാനം ടുഡേ, ദാറ്റ് ഐ ആം സ്പെസിഫിക്കലി ലൊക്കേറ്റഡ്. ഞാൻ ഇന്നലെ ഞാൻ രാത്രിയിൽ സെർച്ച് ചെയ്തു, ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് സെയിൻറ്റ് പീറ്റേഴ്സ് ചർച്ചിലേക്ക് എത്ര ഡിസ്റ്റൻസ് കാണും, എത്ര സമയം എടുക്കുമെന്ന്. ഇന്ന് രാവിലെ ഞാനത് സെർച്ച് ചെയ്തു. നാച്ചുറലി ഞാൻ ഗൂഗിൾ മാപ്പ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് സെയിൻറ്റ് പീറ്റേഴ്സ് ആണ് ഓട്ടോമാറ്റിക് ഡീഫോൾട്ട് ഓപ്ഷൻ വരുന്നത്. സോ ഇറ്റ്സ് ട്രാക്കിംഗ് അസ്, ആൻഡ് ദാറ്റ് ഈസ് ദ ഡേഞ്ചർ ഓഫ് ഡിജിറ്റൽ ട്രാക്കിംഗ്. നമ്മൾ ഈ ഡിജിറ്റൽ ട്രാക്കിങ് നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ഇൻകോൺസിക്വൻഷ്യൽ പീപ്പിൾ, നമ്മളിപ്പം മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നുമല്ല, നമ്മുടെ ഇപ്പം ലൊക്കേഷൻ എടുത്തിട്ട് ഗൂഗിളിൽ എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. ബട്ട് ഡേറ്റ ഈസ് പവർ നൗ. നമ്മളെപ്പോലെ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യരുടെ ഡേറ്റ, പ്രെഫറൻസുകൾ, നമ്മുടെ മൂഡുകൾ, നമ്മൾ 11 മണിക്ക് എന്ത് മേടിക്കുന്നു, നമ്മൾ രാത്രിയിൽ എപ്പോഴാണ് ഉറങ്ങുന്നത്, നമ്മുടെ ഫോൺ എപ്പോഴാണ് മാക്സിമം റെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചില ഫോണിൽ നമ്മൾ ഡെയിലി മാക്സിമം മെസ്സേജ് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം മെസ്സേജ് അയച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം ഫോൺ എടുക്കുമ്പം മെസ്സേജ് എക്സ് ഓർ വൈ. അത് ബിനു ആണെങ്കിൽ മെസ്സേജ് ബിനു, മെസ്സേജ് മിസ്സസ് ജോർജ്, അല്ലെങ്കിൽ ഇന്നലെ തന്നെ എൻ്റെ ഫസ്റ്റ് ഗൂഗിൾ റിമൈൻഡർ flight today at 12:10. It has taken over my life. It's absolutely taken over my life. And more than my mother knows me, or my parents know me, or my brother or anyone knows me, most of the tech big data companies know me more than anyone else. എൻ്റെ മൂഡുകൾ ട്രാക്ക് ചെയ്യുന്നത്, ഏത് മൂഡിലാണ് ഞാൻ എന്ത് ഷോപ്പ് ചെയ്യുന്നത്, ഏത് സമയത്താണ്, ഏത് കടകളിൽ നിന്നാണ് ഞാൻ കൂടുതൽ. ഈ ഡിജിറ്റൽ ട്രാക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ഫാമിലീസിനെ എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ നമ്മളുടെ മുതിർന്നവരുടെ നമ്മൾ ഫോട്ടോസ് ഇടുകയും ചെയ്യുന്ന ഒരു പതിവ്, പ്രത്യേകിച്ച് കുട്ടികളുടെ. ആൻഡ് ഡാർക്ക് വെബിൽ ചൈൽഡ് ട്രാഫിക്കിംഗ്, ചൈൽഡ് പൊണോഗ്രഫി, ഇതൊക്കെ നടക്കുന്നത് എന്ത് കോമൺ ആണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മളിതൊന്നും ചിന്തിക്കാണ്ട് നമ്മൾ ഉണ്ടായി വീഴുന്ന കുട്ടികളുടെ ഫോട്ടോ മുതൽ അവരുടെ എന്താ പറയുക, ഇപ്പോൾ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഈ വേനൽ മാസങ്ങളിൽ മാമ്പഴക്കാലമാണ് നാട്ടിലും പൊതുവെ ഇന്ത്യയിലെല്ലായിടത്തും. കൊച്ചുകുട്ടികൾ മാങ്ങ തിന്നുന്നത് അതെല്ലാം ഒലിപ്പിച്ച് കൈ കൂടെ അവിടെ കൂടെ ഇവിടെ കൂടെ, അത് കണ്ടുകൊണ്ടിരിക്കാൻ വളരെ ക്യൂട്ടാണ്. അത് നമ്മുടെ വീടുകളിൽ പ്രിവസിയിൽ, നമ്മുടെ വീടിൻ്റെ കംഫർട്ടിൽ അല്ലെങ്കിൽ സേഫ്റ്റിയിൽ ഇരുന്ന് കഴിക്കുന്ന കുട്ടികളെ, ഒന്നും അറിയാത്ത കുട്ടികളെ നമ്മൾ വീഡിയോഗ്രാഫി ചെയ്ത് നമ്മളൊരു വേൾഡിലേക്ക് ആ വീഡിയോ അയക്കുകയാണ്. ആൻഡ് ദർ ആർ 10,000 പീപ്പിൾ ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് ഹു ആർ കോമെൻറ്റിങ് ഓൺ ദിസ് വീഡിയോ. സോ ക്യൂട്ട്, അത് ഇതെന്നൊക്കെ ആയിരിക്കും ആദ്യത്തെ കുറേ ഇത്. പക്ഷേ നമ്മൾ ഒരു എത്തിക്കൽ, അതിനകത്തെ ഒരു നൈതിക മൂല്യം പോലും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കുട്ടിയാണ് പിന്നീട് വളർന്നു വരാൻ പോകുന്നത്. ഇങ്ങനത്തെ പല ഇൻസ്റ്റൻസുകളും US-ലുണ്ട്. പിന്നീട് ഈ കുട്ടികൾ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ കോളേജിൽ ചെല്ലുമ്പോൾ അന്ന് നഗ്നനായിട്ടിരുന്ന് മാങ്ങ തിന്നതോ അല്ലാന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിലുണ്ടായിരുന്നതോ ഇത് കുട്ടികൾ അറിയുന്നതേ ഇല്ല. നമ്മുടെ വെമ്പലുകളാണിത്, മാതാപിതാക്കളുടെ വെമ്പലുകളാണ്. അല്ലെങ്കിൽ നമുക്ക് പ്രായമായിട്ടിരിക്കുന്ന പേരൻസ് വീടുകളിലുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ വീഡിയോ എടുത്തിടുന്നത് ഒരുമാതിരി ഫോർ ഈസ് ഓഫ് മൂവ്മെൻറ്റ്. പല നമ്മുടെ അമ്മച്ചിമാരും നൈറ്റി ഒക്കെ ഇട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആൻഡ് ദേ ഡോണ്ട് ലൈക്ക് ടു ബി ഫോട്ടോഗ്രാഫ്ഡ് ഇൻ ദാറ്റ്. അവരുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ അങ്ങനെ ഇരിക്കുന്നതും. അതൊന്നും നമ്മൾ ചിന്തിക്കാണ്ട് അവരെ നൈറ്റിയിൽ തന്നെ ഷൂട്ട് ചെയ്ത് എഗെയിൻ വി പുട്ട് ദം ഔട്ട്. അവർ പേപ്പർ വായിക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രിവസിയിലിരിക്കുന്ന ഒരു സമയത്ത് അതുതന്നെ നമ്മൾ സെൽഫി എടുക്കുമ്പോൾ, ഞാൻ ഇവിടുന്ന് സെൽഫി എടുക്കുമ്പോൾ എൻ്റെ പുറയിൽ ഈ 5-10 പേരുണ്ട്. അവരുടെ പ്രിവസീനെയാണ് ഞാൻ വയലേറ്റ് ചെയ്യുന്നത്. അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ സെൽഫി എടുത്തോട്ടെ എങ്ങനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് ബ്ലർ ചെയ്ത് അല്ലെങ്കിൽ അവരോട് നമ്മൾ ചോദിച്ച് അങ്ങനെയുള്ള കേർട്ടസികളൊക്കെ നമ്മൾ വിടുകയാണ്. ദാറ്റ് ഈസ് വെയർ ഡേറ്റ ആൻഡ് ഡേറ്റ ട്രാഫിക്കിംഗ് ആൻഡ് ലൊക്കേഷൻ ട്രാക്കിംഗ്, എവ്രിതിങ് ബിക്കംസ് പ്രോബ്ലമാറ്റിക്.
പ്രത്യേകിച്ച് ഡാർക്ക് വെബിൽ നടക്കുന്ന പല കാര്യങ്ങളും. സോ ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ് ടു യു. കുട്ടികളെ നിങ്ങൾ കഴിവതും നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കുക. കുട്ടികളെ വെച്ച് കൊളാബറേഷനുകളും ചിൽഡ്രൻസ് സ്റ്റാറുകളാക്കി അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ആക്കി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കുറച്ചും കൂടെ ബോധവാന്മാരാകണം. അത് കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ പ്രിവസീനെ മാത്രമല്ല അവരുടെ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമോഷണൽ മാനിപ്പുലേഷൻ ആംഗിൾ ഇതിനകത്ത് കാണുക എന്നുള്ളത് കഴിവതും നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. നമ്മൾ ബൈബിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ലോകത്ത് ഈ ബൈബിള് കമ്പൈൽ ചെയ്യുന്ന ഒരു സമയത്ത് ഓൺലൈൻ വേൾഡിനെ കുറിച്ചോ ഡിജിറ്റൽ വേൾഡിനെ കുറിച്ചോ ആരും തന്നെ പ്രൊഫസി ചെയ്യുന്ന ഒരു സമയം നമുക്ക് കിട്ടുന്നില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഹോളി സി പോപ്പ് മാർപ്പാപ്പ എൻസിക്ലിക്കൽ ഒരെണ്ണം ഇറക്കിയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചും ഡേറ്റ കമ്പനികളെക്കുറിച്ചും ഒക്കെയുള്ള ഒരു 19,000 വേർഡ്സ്, എക്സാക്ട്ലി സ്പീക്കിംഗ് ഒരു 48,000 വേർഡ്സിൻ്റെ പേപ്പൽ എൻസിക്ലിക്കലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ഡിജിറ്റൽ വേൾഡിലെ ഡേഞ്ചറുകളെക്കുറിച്ച് വളരെയധികം വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നമുക്കിന്ന് നമ്മുടെ കുട്ടികൾ ഇന്ന് പഠിക്കുന്ന രീതി എന്ന് പറയുന്നത്, നമ്മൾ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മാത്രമല്ല, അത് ആസ് ആൻ എയ്ഡ് ഇറ്റ് ഈസ് ഗുഡ് ദറ്റ് യു ആർ വാച്ചിങ് എ വീഡിയോ ഓൺ യൂട്യൂബ് ഓർ തിങ്സ് ഓഫ് ദാറ്റ് സോർട്ട്. പക്ഷേ ആൻസറുകൾ പലതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് അവർ റെഡിമെയ്ഡായിട്ട് തരുന്ന ആൻസറുകളാണ് പല ആൻസർ സ്ക്രിപ്റ്റുകളിലും പല പ്രൊജക്റ്റുകളിലും വരുന്നത് എന്നുള്ളത് ഒരു ദുഃഖസത്യമാണ്. എഗെയിൻ ദിസ് ഗോസ് ബാക്ക് ടു ആർ കോഗ്നിറ്റീവ് ഡിക്ലൈൻ. നമുക്ക് കിട്ടിയിരിക്കുന്ന ബുദ്ധി നമ്മൾ ഒട്ടും ഉപയോഗിക്കാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ റിലൈ ചെയ്ത്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഗാഡ്ജറ്റ്സിനെ റിലൈ ചെയ്ത് ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയണം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ജെമിനി എന്നൊക്കെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഫോട്ടോകളും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ വേക്കൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു ചെയറിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് നമുക്ക് ഇരുത്താം. നിങ്ങൾക്ക് ചീഫ് മിനിസ്റ്ററിനെ വേണോ, ചീഫ് മിനിസ്റ്ററിനെ മോർഫ് ചെയ്ത് ആഡ് ചെയ്യാം. ഹൂ എവർ യു വോണ്ട് ടു. പ്രൈം മിനിസ്റ്ററിനെ വേണോ, പ്രൈം മിനിസ്റ്ററിനെ മോർഫ് ചെയ്ത് ആഡ് ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ കൂടുതലും നമ്മുടെ എക്സ്പോഷർ, നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ എക്സ്പോഷർ, ഇറ്റ് ബിക്കം സോ മച്ച് ദ ഈസിയർ ഫോർ എനിബഡി ടു ഗ്രാപ്പിൾ വിത്ത് ഇറ്റ്. സത്യം എന്താണെന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പം നാളെ മുഖ്യമന്ത്രിയെ ഈ കസേരയിലിരുത്തി മുഖ്യമന്ത്രി ഗ്രേസ് ചെയ്തു ഉള്ള ഇവൻ്റാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു മേക്ക് ഔട്ട് വാട്ട് ഇസ് ട്രൂ ആൻഡ് വാട്ട് ഇസ് റോങ്. ആൻഡ് ദാറ്റ് സെയിം ഡേഞ്ചർ ഇസ് വിത്ത് അവർ കിഡ്സ് എസ് വെൽ, എസ്പെഷ്യലി വിത്ത് അവർ ഗേൾസ്. അവരാരുടെ കൂടെയാണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് നമ്മൾ മോർ ആൻഡ് മോർ വെൻ വി പോസ്റ്റ് ഇറ്റ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് പോസ്റ്റ് ഇറ്റ് ഓൺ ഡിജിറ്റൽ റെലം, ഇറ്റ് ബിക്കംസ് ഈസി ഫോർ എനി deceitful, any criminal to pick up that photograph and add on with it. ആ ഒരു ഡേഞ്ചർ ഇതിൽ പമ്മിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പലപ്പോഴും മറക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലും ബോധവാന്മാരായിരിക്കണം. നമ്മുടെ കുട്ടികളോട്, ബോത്ത് ബോയ്സ് ആസ് വെൽ ആസ് ഗേൾസ്, കുട്ടികളോട് ഇതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താ, ഏത് നേരം ഫോണിലാണ്, ഏത് നേരം ഫോൺ തൂത്തുകൊണ്ടിരിക്കുകയാണ്, അതാണ് എങ്ങനെയാണെന്നുള്ളതാണ്. അതല്ലാണ്ട് ടേക്ക് 2 minutes ഔട്ട് ആൻഡ് ടെൽ ദം ദറ്റ് ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് ഡാർക്ക് വെബ്, ദറ്റ് ദിസ് ഈസ് ദ പ്രോബ്ലം ഓഫ് AI, മോർഫ്ഡ് ഫോട്ടോഗ്രാഫ്സ് ആൻഡ് വീഡിയോസ്. ഒത്തിരി ഫോട്ടോഗ്രാഫ്സ്, സൂര്യവംശി എന്ന് പറഞ്ഞൊരു ക്രിക്കറ്ററിൻ്റെ ഒത്തിരി വീഡിയോസ് ആർ റണ്ണിങ് ഓൺലൈൻ ആൻഡ് ഹീ ഈസ് എ യങ് ബോയ് ഓഫ് 16 or 17 years old. അതെല്ലാം മോർഫ് ചെയ്ത് ചെയ്യപ്പെടുന്ന ഒരു പബ്ലിക് ഒപ്പീനിയനെ റിവേഴ്സ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്. ആ മിസ്ഇൻഫർമേഷൻ, നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്, ദ സർപ്പൻ്റ് ഓഫ് മിസ്ഇൻഫർമേഷൻ ട്രൈയിങ് ടു ചേഞ്ച് എ പബ്ലിക് നാരറ്റീവ് ഓർ എ പബ്ലിക് ഡിസ്കോഴ്സ്, ഇതൊക്കെ ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൂഡൻസ് അല്ലെ വിവേചനം എന്നുള്ളതിനകത്ത് ഞാൻ 3 സദൃശ്യവാക്യങ്ങളിലെ 3 വചനങ്ങളാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതിൽ സ്റ്റാർട്ടിങ് വിത്ത് പ്രോവേർബ്സ് 8-ാം അധ്യായം 12-13. ജ്ഞാനം എന്നെ, ഞാൻ സൂക്ഷ്മബുദ്ധിയെ എൻ്റെ പാർപ്പിടമാക്കുന്നു, പരിജ്ഞാനവും വകതിരവും ഞാൻ കണ്ടുപിടിക്കുന്നു. യഹോവ ഭക്തി ദോഷത്തെ വെറുക്കുന്നതാകുന്നു. ഡംഭം, അഹങ്കാരം
ദുർമാർഗം, വക്രതയുള്ള വായ് എന്നിവയെ ഞാൻ പകയ്ക്കുന്നു. ആലോചനയും പരിജ്ഞാനവും എനിക്കുള്ളത്, ഞാൻ തന്നെ വിവേകം, എനിക്ക് വീര്യബലം ഉണ്ട്. ഇതിലെല്ലാം സ്ട്രെസ് ചെയ്യുന്നത് വകതിരിവ്, വിവേകം എന്നിവയാണ്. ഇതാണ് നമ്മൾ കോറായിട്ട് എടുക്കേണ്ട പ്രിൻസിപ്പിൾസ് ആൻഡ് അപ്ലൈ ടു ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് അപ്ലൈ ടു അണ്ടർസ്റ്റാൻഡിങ് വേർ ദ ഡിജിറ്റൽ വേൾഡ് ആൻഡ് വേർ ദി അൽഗോരിതം ഇസ് ലീഡിങ് അസ്. അതാണ്. അത് കൃത്യമായിട്ടും ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അത് 2026 ഒരു ഫിനോമിനൻ 4-ാം നൂറ്റാണ്ടിൽ പരിണമിച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കിട്ടിയ ടെംപ്ലേറ്റുകൾ അല്ലെങ്കിൽ ട്രോപ്പുകൾ, അതാണ് ജ്ഞാനം, വിവേകം എന്നൊക്കെയുള്ളത്. അത് ബൈബിളിൽ പലയിടത്തും പല രീതികളിലും അത് സ്ട്രെസ് ചെയ്തിട്ടുണ്ട്. അതെടുത്താണ് നമ്മളുടെ ബിഹേവിയറെ എപ്പോഴും നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. അടുത്തത് പ്രോവേർബ്സ് 14-ാം അധ്യായം 8-ാമത്തെ വാക്യം. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, ചതിക്കുന്നതോ ഭോഷന്മാരുടെ ഭോഷത്വം. വഴി തിരിച്ചറിയുന്നത് വിവേകിയുടെ ജ്ഞാനം, വകതിരിവ്, വിവേചന ബുദ്ധി അല്ലെങ്കിൽ വിവേചന ശക്തി. ഇത് നമുക്ക് നമ്മളിൽ എങ്ങനെ ആദ്യം ഉണ്ടാക്കാം, നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കാം, എന്താണ് ഇതിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളത് നമ്മൾ വിവേകമുള്ള കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്നതിൽ അതിൽ നമ്മൾക്ക് എങ്ങനെ ഇത് അനലൈസ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ഈ ഒരു ലെക്ചറിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രോവേർബ്സ് സദൃശ്യവാക്യങ്ങൾ 27-ാം അധ്യായം 27-ാം അധ്യായത്തിൽ 11, 12, 13. നീ ജ്ഞാനിയായി എൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. വിവേകമുള്ളവൻ അനർത്ഥം കണ്ട് ഒളിച്ചുകൊള്ളുന്നു, അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. ഇതാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ കന്യകമാരുടെ നമ്മൾ സ്റ്റോറി ബിബ്ലിക്കൽ റീഡിങ്ങിൽ പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ്. അല്പബുദ്ധികൾ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. ആ അല്പബുദ്ധികളുടെ കൂടെ ചേരാതിരിക്കാൻ വേണ്ടിയാണ് മറ്റ് 5 കന്യകമാർ അവർക്ക് എണ്ണ കൊടുക്കാതിരുന്നത്. വിവേകമുള്ളവർ അനർത്ഥം കണ്ട് ഒളിച്ചു കൊള്ളുന്നു. ഡിജിറ്റൽ വേൾഡിൻ്റെ ഈ കാപട്യം നിറഞ്ഞ മാനിപ്പുലേറ്റിംഗ് ഹാബിറ്റ്സ് അല്ലെ മാനിപ്പുലേറ്റിംഗ് ടെൻഡൻസീസ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചു കൊള്ളുന്നതാണ് ബുദ്ധി. യൂസ് ഇറ്റ് ടു യുവർ അഡ്വാൻറ്റേജ് ഇൻ ടേംസ് ഓഫ് യുവർ ടെക്നോളജി സ്കിൽസ്, ഫോർ ഫെയ്ത്ത് ഓഗ്മെൻറ്റേഷൻ. നിങ്ങൾക്കൊരു ഡിജിറ്റൽ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യപരമായ എക്സസൈസുകൾ, യോഗ, ഇതിനൊക്കെയുള്ള വീഡിയോകളും നമുക്ക് പണ്ട് ആക്സസ് ഇല്ലാതെ, നമ്മുടെ അമ്മമാർക്ക് ഒന്നും ആക്സസ് ഇല്ലാത്ത ഒരു വേൾഡാണ് നമുക്ക് ഡിജിറ്റൽ വേൾഡ് ഇപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനകത്ത് വേറെ നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യേകിച്ച് ടീനേജ് ബോയ്സിലൊക്കെ കാണുന്ന ഒരു വല്ലാത്ത ഒരു കൾച്ചറാണ് ഒരു മാനോസ്ഫിയർ അല്ലെങ്കിൽ ഇൻസെൽ കൾച്ചർ എന്ന് പറയും. ഇൻവോളണ്ടറിലി സെലിബ്രേറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചർ. നിങ്ങളിൽ എത്ര പേര് കണ്ടു എന്ന് എനിക്കറിയില്ല. 2025 നെറ്റ്ഫ്ലിക്സിൽ ഒരു സീരീസ് ഉണ്ടായിരുന്നു, അഡോളസൻസ് എന്ന് പറഞ്ഞ. അതിൽ 12-13 വയസ്സുള്ള ഒരു കുട്ടി, ജാമി ഒലിവർ എന്ന് പറഞ്ഞൊരു കുട്ടി, പുള്ളിയുടെ സഹപാഠിയായ ഒരു പെൺകുട്ടിയെ, സെയിം പ്രായമുള്ള ഒരു 12-13 പ്രായമുള്ള ഒരു പെൺകുട്ടിയെ കൊല്ലപ്പെടുത്തുന്ന ഒരു 4 പാർട്ടോ 5 പാർട്ടോ ഉള്ള ഒരു സീരീസാണ്. അത് കുട്ടിയെ അന്വേഷിച്ച പോലീസുകാർ, UK നടക്കുന്നൊരു സംഭവമാണ്. കുട്ടിയെ അന്വേഷിച്ച് പോലീസുകാർ രാവിലെ വീട്ടിൽ വരുമ്പോഴാണ് പേരൻസിന് മനസ്സിലാകുന്നത് ഈ മുറി അടച്ച് ഈ കുട്ടി സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ വേൾഡിൽ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് സൈബർ ക്രൈം സെല്ലുകൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇപ്പോൾ ഒത്തിരി ഉള്ളത്. അപ്പോൾ ആരെങ്കിലും കാണാതെ പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ലൊക്കേഷൻ വെച്ച് ട്രാക്ക് ചെയ്യുക മാത്രമല്ല, നിങ്ങൾ ഏത് പോസ്റ്റ് ലൈക്ക് ചെയ്യുന്നു, നിങ്ങൾ ചാറ്റ് ആരോട് ചെയ്യുന്നു, നിങ്ങളുടെ ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് സൈബർ സെക്യൂരിറ്റിയിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളോടും ചേച്ചിയോടും പോലീസുകാർ വന്ന് പറയുകയാണ്, ഈ കുട്ടി രാത്രിയിൽ പോയി ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തി എന്ന് പറയുമ്പോൾ ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ നമ്മൾ അറിയാത്ത ഒരു വേൾഡിൽ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ നമ്മളോ ഏർപ്പെടുന്നുണ്ട്. അത് ഇപ്പോഴത്തെ സ്ത്രീകളിലാണെങ്കിലും ചാറ്റുകളിലൂടെ തുറന്ന് കിട്ടുന്ന ഒരു ലോകം, നമ്മുടെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ദൈനംദിന ജീവിതത്തിൽ നിന്ന് റിലീഫ് കിട്ടും എന്നുള്ളൊരു രീതിയിൽ ചാറ്റുകളിൽ സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
ആൻഡ് ദാറ്റ് സ്റ്റാർട്ട്സ് ഇമോഷണലി ആൻഡ് മെൻ്റലി മാനിപ്പുലേറ്റിംഗ് അസ്. പിന്നെ ആ ചാറ്റ് ചെയ്യുന്നവരുമായിട്ട് ചാറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വിഡ്രോവൽ സിംറ്റമാണ്, നമുക്ക് ആകാംക്ഷകളാണ്, നമുക്ക് ഉത്കണ്ഠകളാണ്. ഇതുപോലെ തന്നെ ഇത് ടീനേജ് കുട്ടികൾക്ക് മാത്രമല്ല, 40, 50, 60 വയസ്സുള്ള സ്ത്രീകൾക്കും എല്ലാം ഈ പ്രോബ്ലം ഡീൽ ചെയ്യുന്നതാണ്. ഭർത്താവിനെയും കുട്ടികളെയും ഉപേക്ഷിച്ച് പോകുന്നു, പെറ്റ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ത്രീകൾ, ഇതിനകത്തെല്ലാം ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു കൈയുണ്ട്. നമ്മൾ പറയുമ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ ടീനേജിൽ നടക്കുന്ന കാര്യങ്ങൾ. നോ, നോട്ട് അറ്റ് ഓൾ. ഇത് 40s, 30s, 20s, 50s, 60s ഇതിലെല്ലാം നടക്കുന്ന കളിപ്പിക്കപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അബദ്ധങ്ങളിൽ ചെന്ന് കൊണ്ട് ചാടിക്കുന്ന പല ഇൻസ്റ്റൻസുകളും നമ്മൾ പേപ്പറിൽ ഡെയിലി വായിക്കുന്നതാണ്. അതിൻ്റെ എല്ലാം ഫൗണ്ടേഷൻ ഇസ് ദ ഡിസെപ്ഷൻ ഓഫ് ദ ഡിജിറ്റൽ വേൾഡ്. നമ്മുടെ റിയൽ ആയിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്നവരുടെ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെയും കാര്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അവരോട് സംസാരത്തിൽ ഏർപ്പെടാതെയും നമ്മൾ എങ്ങോ ഇരുന്ന് ഇംപേഴ്സണേറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വാക്കുകളിലും ചേഷ്ടകളിലും പ്രോമിസുകളിലും കടന്നുപോയി പറ്റിക്കപ്പെടുന്ന സ്ത്രീകളുടെ ഒത്തിരി കഥകൾ സൈബർ ക്രൈം സെല്ലുകളുടെ ഇതിലുണ്ട്. അതൊന്ന്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇതിൽ പണം നഷ്ടം വരുന്ന എത്രയോ പേരുണ്ടെന്നറിയാമോ? ഒന്ന് വെച്ചാൽ 10 കിട്ടുന്ന സ്കീമുകൾ, ഓൺലൈൻ ഗെയിമിങ്ങുകളിൽ കടമെടുത്താണ് കുട്ടികൾ ഓൺലൈൻ ഗെയിമിങ് നടത്തുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സെമസ്റ്റർ തുടങ്ങുമ്പോൾ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപ ബ്ലാങ്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കുന്ന മാതാപിതാക്കൾ, ആ പൈസ അവർ ഇൻട്രസ്റ്റ് കിട്ടുന്ന ചിറ്റ് ഫണ്ടുകളിൽ കൊടുത്ത് ലാസ്റ്റ് ഡേറ്റ് വരെ ഫീസ് അടയ്ക്കാണ്ട് പുഷ് ചെയ്ത് ഓൺലൈൻ ഗെയിമിങ് കളിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിലേക്ക് റിമൈൻഡർ അയക്കുകയാണ്, ഫീസ് അടച്ചിട്ടില്ല, ഈ സെമിസ്റ്ററിൻ്റെ എക്സാമിനിരിക്കാൻ എലിജിബിലിറ്റി ഇല്ല എന്ന് പറയുമ്പോഴാണ് മാതാപിതാക്കൾക്ക് മനസ്സിലാകുന്നത് ഫീസ് അടച്ചിട്ടില്ല എന്ന്. അയ്യോ, ഞങ്ങൾ ചെക്ക് കൊടുത്താണല്ലോ വിട്ടത്, അല്ലെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, എവിടെ പോയി? ഓൺലൈൻ ഗെയിമിങ് അതിൽ നടന്നിട്ടുള്ള സൂയിസൈഡുകളുടെ നമ്പേഴ്സ്, ഇതൊക്കെ എന്താ പറയുക, അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ നിന്ന് ഞങ്ങൾ നിന്ന് നോക്കുമ്പോൾ ഫാമിലീസ് ചെയ്യേണ്ട അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ, ദാറ്റ് ഈസ് വെയർ വി ആർ ലൂസിങ് ഔട്ട്. ആൻഡ് ആസ് ക്രിസ്ത്യൻ ഫാമിലീസ് നമുക്ക് 1 വെച്ചാൽ 10 കിട്ടണം എന്നുള്ള ഒരു പ്രോഫിറ്റ് മെൻറ്റാലിറ്റി, ഇത് എവിടെ നിന്ന് കിട്ടുന്നു? നമുക്കിത് നമ്മുടെ കുട്ടികൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടുന്നു? ചൂത് കളിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കവലക്കിലിരുന്ന് ചീട്ട് കളിക്കുന്ന ടെൻഡൻസി അല്ല ഇത് ഓൺലൈൻ ഗെയിമിങ്ങിൽ ലോകത്ത് പരന്നു കിടക്കുന്ന ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു നെറ്റ്, ആ നെറ്റിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു പോവുകയാണ് 15, 16, 20 വയസ്സുള്ള കുട്ടികൾ. ആൻഡ് ദേ കാൺട്ട് ഗെറ്റ് ഔട്ട് ആൻഡ് ഇറ്റ് ബിക്കംസ് ടു ലേറ്റ്. ആൻഡ് പൈസ നഷ്ടം, പേരൻസിനോട് തിരിച്ചു ചെന്ന് പറയാനുള്ള ധൈര്യമില്ലായ്മ. കാരണം നമ്മൾ ഈ മൈക്രോ മാനേജ് ചെയ്യുന്നുണ്ട്, നീ ബാഗ് വെച്ചോ പാല് കുടിച്ചോ ഇതൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും തിരിച്ചെനിക്കൊരു അമളി പറ്റി എന്ന് പറയാനായിട്ടുള്ളൊരു കോൺഫിഡൻസ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് ദറ്റ് എനിക്ക് കൊച്ചുണ്ടായപ്പം വൺ ഓഫ് ദ ഫസ്റ്റ് തിങ്സ് ദറ്റ് an elderly woman told me that when there is a problem, shut your mouth and open your arms. നിങ്ങളുടെ കുട്ടികൾക്കൊരു പ്രോബ്ലം വരുമ്പോൾ വായടക്കുകയും 2 കൈകളും നിങ്ങൾ തുറന്നു കൊടുക്കുകയുമാണ് ചെയ്യേണ്ടത്. നമ്മളങ്ങനെയാണോ? നമ്മൾ ഇത്രയും സ്നേഹം കാണിച്ച് പാല് കുടിച്ചോ, ആപ്പിൾ കട്ട് ചെയ്തോ, തിന്നോ, നമ്മൾ ആപ്പിളൊക്കെ കട്ട് ചെയ്തിട്ട് അത് കറക്കാതിരിക്കാനായിട്ട് അതിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്ന അമ്മമാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ആപ്പിൾ ഓക്സിഡൈസ്ഡ് ആയിട്ട് പോകുമല്ലോ, അപ്പോൾ സ്നാക്കിൽ. അപ്പോൾ എൻ്റെ മോളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ ടിഫിനിൽ കൊണ്ടുവരുന്ന അത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയ അതിൽ ഒട്ടും കറക്കുകയില്ല, അപ്പോൾ അത് തുറക്കുമ്പം അത്രയ്ക്ക് കെയർ എടുത്താണ് നമ്മൾ പിള്ളേരെ വളർത്തുന്നത് ഒരു രീതിയിലും ഇത്. പക്ഷെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ വായടച്ച് കൈ തുറക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ അന്നേരെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിന് ഇവിടെ എന്തെങ്കിലും വിലയുണ്ടോ? വി ജസ്റ്റ് സ്റ്റാർട്ട് ഓഫ്. We do not step back. And that urgency culture and that impatience is also part of this digital world. നമ്മുടെ അമ്മമാരൊക്കെ ഒത്തിരിയും കൂടെ ക്ഷമയുള്ള അമ്മമാരായിരുന്നു.
വല്യമ്മച്ചിമാരൊക്കെ ഒത്തിരിയും കൂടെ ക്ഷമയുള്ളവരായിരുന്നു. നമ്മുടെ ഈ കോഗ്നിറ്റീവ് സ്കിൽസ് എല്ലാം ഓരോ തലമുറ കഴിയുമ്പോഴും താഴേക്ക് താഴേക്ക് പോകുന്ന നമ്മുടെ ക്ഷമ, നമ്മുടെ നിരീക്ഷണ ശക്തി, നമ്മുടെ ബുദ്ധി, നമുക്കത് കുത്തിയിരുന്ന് വായിക്കാൻ, ഇങ്ങനെ ഈ 1/4 മണിക്കൂറുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ, ഇതിനൊക്കെയുള്ള നമ്മുടെ ക്ഷമത കുറഞ്ഞു വരികയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോണിലൂടെ നമ്മൾ മൈക്രോ മാനേജ് ചെയ്യായിരിക്കും. നമ്മൾ കഴിച്ചോ, ഇപ്പോൾ ഏകദേശം ഒരു 12:30 1 മണിയായി, ഞാൻ ഭക്ഷണം എല്ലാം മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്, മൈക്രോവേവ് ചെയ്ത് കഴിച്ചോണം, അതെല്ലാം നമ്മൾ മൈക്രോ മാനേജ് ചെയ്യല്ലേ. ഞാനിന്ന് രാവിലെ എൻ്റെ കൊച്ചിനോട് ഞാൻ പറഞ്ഞേച്ചാൽ പോയത്, മീൻ വറുക്കുകയാണെങ്കിൽ അത് അടച്ചു വെച്ച് വറക്കണം, അല്ലെങ്കിൽ ടൈലിൽ അത് മുഴുവൻ. വി മൈക്രോ മാനേജ് എവറി സിംഗിൾ സ്മോൾ ഡീറ്റെയിൽ ആൻഡ് വി ഫർഗെറ്റ് ദാറ്റ് വാട്ട് കിഡ്സ് നീഡ് ഇസ് ലവ് ആൻഡ് അറ്റൻഷൻ. നമ്മൾ പിള്ളേരുടെ അടുത്ത് പറയുകയാണെങ്കിൽ കൂടിയും നമ്മളും ഡൈനിങ് ടേബിളിൽ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു ട്രിപ്പിന് പോയി തിരിച്ചു വരുമ്പോഴോ വി ആർ ഓൾ ബിസി സെൻഡിങ് ഫോട്ടോഗ്രാഫ്സ് ടു എവ്രി വൺ. നമ്മൾ ആ ട്രിപ്പിനെ കുറിച്ചോ കണ്ട സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പോയ പള്ളിയെക്കുറിച്ചോ നിങ്ങളിന്ന് കേട്ട ധ്യാനത്തിനുള്ള പാട്ടുകളെക്കുറിച്ചോ അല്ലെ പ്രസംഗങ്ങളെക്കുറിച്ചോ തിരിച്ച് ചെന്ന് വീട്ടിൽ ചെന്ന് കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അവർക്ക് സമയമില്ല, നമുക്ക് സമയമില്ല. ബട്ട് വി ഹാവ് ടു ഫൈൻഡ് ടൈം. നമ്മൾ ഈ സ്ക്രീൻ ടൈം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് റിയൽ ലൈഫിലുള്ള ആൾക്കാരുമായിട്ട് ബോണ്ട് ചെയ്യാനുള്ള സമയം കിട്ടും. നമ്മൾ ഈ 5-6 മണിക്കൂർ സ്ക്രീനിലിരുന്ന് നമ്മൾ യൂട്യൂബ് വീഡിയോസും അതും ഓൺലൈൻ ഷോപ്പിംഗും ഒക്കെ ചെയ്യുന്നതിന് പകരം നമ്മുടെ അടുത്തിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ നെയ്ബേഴ്സ് അവരുമായിട്ട് കൂടുതൽ സംസാരിക്കുകയും അടുത്തിടപഴകുകയും ചെയ്യണമെന്നുള്ള ദാറ്റ് ഓൺലി വിൽ ഗിവ് കിഡ്സ് ലൈഫ് സ്കിൽസ്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തേക്കൊക്കെ പോകുന്ന ഒരു സമയത്ത് കുട്ടികൾക്ക് മുതിർന്നവരോട് സംസാരിക്കാൻ ടോപ്പിക്കുകളില്ല, ലൈഫ് സ്കില്ലുകളില്ല. ഏതെങ്കിലും ഒരു 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 സ്ട്രേഞ്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ, ഒരു കല്യാണത്തിന് ചെന്നാൽ അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അവിടുത്തെ ഔചിത്യങ്ങൾ, അവിടുത്തെ മാനേഴ്സ്, ഇതൊന്നും അവരോട് ഒരു കുശലം ചോദിക്കുക, അവരോട് വർത്താനം പറയുക, കൊച്ചു വർത്താനം പറയുക, നമ്മൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു സ്കിൽ സെറ്റ് നമ്മുടെ പോയി. ബിക്കോസ് നമുക്ക് മിണ്ടാതിരുന്ന് വെൻ വി ക്യാൻ കീപ്പ് ഓൺ ചാറ്റിങ് ആൻഡ് ടെക്സ്റ്റിങ്. ചില കൊച്ചുകുട്ടികളൊക്കെ, എൻ്റെ ഫാദറൊക്കെ എപ്പോഴും പറയുമായിരുന്നു, നിങ്ങളൊക്കെ എങ്ങനെയാണ് 2 കൈ കൊണ്ടും ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നതെന്ന്. മീനോ വളരെ പെയിൻ എടുത്താണ് അവരൊക്കെ ഒരു വിരൽ കൊണ്ട് ഒരു ലെറ്റർ ക്വേർട്ടി ഇത് ചെയ്യുന്നത്. നിങ്ങൾ 2 കൈ കൊണ്ട് സോ മച്ച് സോ ദാറ്റ് ഈ ക്വേർട്ടി കീബോർഡ് എനിക്കൊക്കെ കണ്ണടച്ചു കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്യാം. ബിക്കോസ് ഇതൊരു മസിൽ മെമ്മറിയാണിത്. നമ്മൾ TV കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെ ഈ ഓട്ടോ ടെക്സ്റ്റ് ഉണ്ട്, നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗെസ് വാട്ട് ഇറ്റ് ഈസ്. ബിക്കോസ് യുവർ സ്മാർട്ട് ഫോൺ ഇസ് സ്മാർട്ട്. We are not smart, but your phone is smart. Isn't it? നമ്മളങ്ങ് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് വേണ്ടി ചിന്തിക്കുന്നത് എല്ലാം ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നമ്മളൊരു ഒരു ഒരു ക്വസ്റ്റ്യൻ ഇട്ട് എഴുതി കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഈ ടോപ്പിക്ക് തന്നെ, ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ ഒരു ടോപ്പിക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രില്യൻ്റ് ഒരു സംഭവം എനിക്ക് എഴുതി തരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. I can just surrender my intelligence completely to the artificiality of it. ഇതാണ് ദിസ് ഈസ് ദ വേൾഡ് ദാറ്റ് വി ആർ ലിവിങ് ഇൻ. അവിടെയാണ് നമ്മൾ ബൈബിളിൽ പറയുന്ന വിവേചനം, ഭോഷത്വം, ക്ഷമയില്ലായ്മ, സ്നേഹം, ഇതെല്ലാം നമ്മൾ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഈ ഡിജിറ്റൽ വേൾഡിൽ നമ്മൾ ഇൻക്രീസിംഗ്ലി കണ്ടുവരുന്നത്. എഫെസ്യൻസ് എഴുതിയ 5-ാം അധ്യായം 15-16 വാക്കുകൾ. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. വീഞ്ഞു കുടിച്ച് മത്താകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീക ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാത്തിനും വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവിൻ. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. 15 തൊട്ട് 21 വരെയുള്ള വാക്കുകളാണിത്. അതിൽ 15ഉം 16ഉം മാത്രമാണ് ജ്ഞാനവും ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിനും ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിനെന്ന് പറയാം. ഇത് ഈ ബൈബിള് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യപ്പെടുന്ന സമയത്ത് ഡിജിറ്റൽ വേൾഡ് ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇതിനകത്ത് എഴുതിയെന്നെ നിങ്ങൾ സ്ക്രീൻ ടൈം കുറയ്ക്കുവിൻ, നിങ്ങൾ പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഏർപ്പെടുവിൻ, നിങ്ങൾ ദൂരെ ഇരിക്കുന്ന മനുഷ്യരുമായിട്ട് ചാറ്റ് ചെയ്യാണ്ട് അടുത്തിരിക്കുന്നവരോട് കുശലം ചോദിക്കുവിൻ. വേറെ എന്തൊക്കെ വരായിരുന്നു?
എന്തൊക്കെ വരുമായിരുന്നു അല്ലേ? ഇത് അന്ന് അത് ഫോർസീ ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ബട്ട് ഇതിനകത്ത് ഈ പ്രീസെപ്റ്റ്സ്, ഇതിൻ്റെ വിസ്ഡം, ബിബ്ലിക്കൽ വിസ്ഡം ഇസ് സ്റ്റിൽ റെലവെൻറ്റ്, എസ്പെഷ്യലി ഇൻ 2026 ഇൻ ദ ഡിജിറ്റൽ വേൾഡ്, വെൻ വി നാവിഗേറ്റ് ഇൻ ഡിജിറ്റൽ വേൾഡ്. അപ്പോൾ നിങ്ങൾ ഡിജിറ്റൽ വേൾഡിലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ മക്കളുടേന്നും കൊച്ചുമക്കളുടേന്നും അല്ല അന്യോന്യം പഠിക്കുമ്പോഴും ഇതിൻ്റെ വരും വരായികളെക്കുറിച്ച് ബാക്കിയുള്ളവരെയും തന്നെത്താനും സ്വയമായി ജാഗരൂകരായിരിക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ ഗെയിമിങ് അല്ലാന്നുണ്ടെങ്കിൽ സ്കീമുകൾ, പിന്നെ ഒത്തിരി വയസ്സായ ആൾക്കാർ ഡിജിറ്റൽ അറസ്റ്റിലൂടെയും നിങ്ങളുടെ ബാങ്കിൻ്റെ പിൻ ചോദിക്കുന്നു, നിങ്ങൾ പിന്നെ OTP ചോദിക്കുന്നു, അങ്ങനെയുള്ള പല പല ട്രാപ്പുകളിലും പെട്ട് ഒത്തിരി പേര് പൈസ പോകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം വേറെ അനാവശ്യമായ കാര്യങ്ങൾ വാങ്ങിച്ച് ഓൺലൈൻ ഷോപ്പിങ്ങിൽ കൂടെയും ഒത്തിരി പൈസ പോകുന്നുണ്ട്. നമ്മൾ ഫിസിക്കലി പൈസ എണ്ണിക്കൊടുക്കുകയും നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യുന്നതിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ബിക്കോസ് വി ആർ നോട്ട് സീയിങ് ദി എമൗണ്ട് ഓഫ് മണി ദറ്റ് വി ആർ സ്പെൻഡിങ്. നമ്മൾ ബാങ്കിൽ നിന്ന് 10,000 രൂപ വിഡ്രോ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ ചിലവാക്കുന്നു എന്നുള്ളതിൻ്റെ നമ്മുടെ ഒരു വിഷ്വൽ കാൽക്കുലേഷൻ ഉണ്ട്. നമ്മുടെ പേഴ്സ് കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ഇന്നലെ ഇതിനകത്ത് 500 രൂപ ഇട്ടതായിരുന്നല്ലോ, അത് കാണുന്നില്ല. അതിൽ 100 രൂപ 20ൻ്റെ എൻ്റെ കയ്യിൽ 3 നോട്ടുകളുണ്ടായിരുന്നല്ലോ, 4 നോട്ട് ഞാൻ മാറ്റി പള്ളിയിലിടാൻ വെച്ചിരുന്ന ചില്ലറ മാറ്റി വെച്ചിരുന്നത്. ബിക്കോസ് യു ഹാവ് ടാക്ടൈൽ, കൈകൊണ്ട് തൊട്ട് നിങ്ങൾക്ക് അറിഞ്ഞ് ഫൈനാൻഷ്യലി മാനേജ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഇവിടെ അമ്മച്ചിമാർ മടിക്കുത്തിൽ വെക്കുക, അല്ലെങ്കിൽ ഹാങ്കി നമ്മൾ അകത്ത് വെക്കും. യു ഹാവ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് നോട്ട്സ് ആൻഡ് കറൻസി ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. നമ്മൾ പോക്കറ്റിലാണെങ്കിൽ നമ്മൾ തപ്പുമെന്ന് നമുക്ക് അറിയാൻ പറ്റും, വാലറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഓൺലൈൻ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ നമ്മൾ ഒരു 10,000 രൂപ പോയി കഴിഞ്ഞാൽ ഡസൻറ്റ് മാറ്റർ ടു അസ്, നമുക്ക് ഒരു സെൻസും ഇല്ല. ഓൺലൈനിലൂടെ നമ്മൾ ആരെങ്കിലും വിളിച്ച് ഇപ്പം ഒരു OTP വന്നു കാണല്ലോ, OTP പറഞ്ഞാൽ നിങ്ങളുടെ ATM കാർഡ് ഓൾറെഡി ക്ലോൺ ചെയ്തു, സംബഡി ഹസ് പുട്ട് ഇൻ ദി ATM കാർഡ്, നിങ്ങളുടെ OTP ചോദിക്കുന്നു, നിങ്ങൾ പറയുന്നു, വിത്തിൻ എ മാറ്റർ ഓഫ് സ്പ്ലിറ്റ് സെക്കൻഡ് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇസ് ക്ലീൻ ആൻഡ് വൈപ്ഡ് ഔട്ട്. ഇതാണ് ദിസ് ഇസ് ഓൺലൈൻ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്. ഇത് ബാക്കിയുള്ളവർ നിങ്ങളെ കളിപ്പിക്കുന്ന രീതി. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ കളിപ്പിക്കപ്പെടുന്ന രീതിയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 1000 രൂപയുടെ ചെരുപ്പോ അല്ലെങ്കിൽ സാരി 200 രൂപയ്ക്ക് കിട്ടുന്നു. അപ്പോൾ നമ്മൾ എടുത്ത് കൈകൊണ്ട് കൊടുക്കാത്തതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് വലിയൊരു ഡീല് കിട്ടി എന്നുള്ളതാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ പോകുമ്പം ഉടനെ തന്നെ അതിനകത്ത് എഗെയിൻ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് 12 people have already bought this. 12 പേര് നിങ്ങളെക്കാട്ടിലും മുമ്പ് ഓൾറെഡി അത് മേടിച്ചു കഴിഞ്ഞു. അപ്പം നമുക്ക് വിചാരിക്കും അപ്പോൾ അത് എത്രയും നല്ല പ്രൊഡക്റ്റ് ആണല്ലേ, 12 പേര്, അപ്പോൾ അതൊരു വാലിഡേഷനാണ്. 12 പേര് ഇത് ഓൾറെഡി മേടിച്ചു കഴിഞ്ഞു. 5 people are looking at this. 5 പേര് ഇത് നിങ്ങൾ നോക്കുന്ന സെയിം ചെരുപ്പ് തന്നെ 5 പേര് ഓൾറെഡി നിങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കുന്ന സാരി 5 പേര് ഓൾറെഡി നോക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ മനസ്സിലൊരു റേസാണ്. ഈ 5 പേര് എടുക്കുന്നതിന് മുമ്പ് അപ്പം നമ്മൾ ചില വെബ്സൈറ്റുകൾ സ്റ്റോക്ക് വരും, only 2 in stock. How do we beat them? ഈ 5 പേര് നോക്കുന്നു 2 സ്റ്റോക്ക് ഇമ്മീഡിയറ്റ്ലി. ദാറ്റ് ഈസ് ഹൗ ആർ ബ്രെയിൻസ് ആർ വയേർഡ്. നമുക്കൊരു പ്രോബ്ലം കിട്ടുകയാണെങ്കിൽ അത് അപ്പം തന്നെ സോൾവ് ചെയ്യുക, ഒരു അർജൻസി. അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും ഒരു പ്രോബ്ലത്തിൽ വരിക. നമ്മൾ ഇരുന്ന ഒരു കൊച്ചമ്മ തലകറങ്ങിയതാണെന്ന് എനിക്ക് തോന്നുന്നു. തലകറങ്ങി എല്ലാവരും ഉടനെ തന്നെ ഇവിടുന്ന് ഒത്തിരി പേര് എഴുന്നേറ്റ് വന്ന്. അതാണ് വി ആർ ഹാർഡ് വയേർഡ് ലൈക്ക് ദിസ്. ഒരാൾക്കൊരു ഒരു എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റി ഒരു ആക്ടിവിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാനാണ് നമുക്കിത്. അപ്പോൾ 5 പേര് എൻ്റെ ചെരുപ്പ് നോക്കുന്നു, എൻ്റെ സാരി നോക്കുന്നു, 2 സ്റ്റോക്കുള്ളൂ, ഇമ്മീഡിയറ്റ്ലി ഐ ബോട്ട് ഇറ്റ്. അത് മേടിച്ച് കഴിയുമ്പോഴത്തേക്കുള്ള ഒരു സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെൻറ്റ്, ദ ഫോൾസ് സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ദാറ്റ് വി ഹാവ്. ഇപ്പം നമുക്കത് മേടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കുട്ടികൾ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്നവർ നമ്മൾ കൂടെ നിന്ന് അവരുടെ തലയിൽ നിന്ന് അത് നമ്മൾ ചെയ്യിപ്പിക്കും. ഞാൻ ഇന്ന് രാവിലെ നിന്നോട് പറഞ്ഞല്ലേ അത് മേടിക്കണമെന്നുള്ളത്, അത് മേടിച്ചില്ല, വൈകുന്നേരം അത് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത്, ഒരു കുർബാന കണ്ട സമാധാനം. നിങ്ങൾ തെളിഞ്ഞ് തൃപ്തരായി പോകും എന്ന് പറയുന്ന തെളിമ നമുക്ക് കിട്ടുന്നത് അത് മേടിച്ച് കഴിയുമ്പോഴാണ്. ദാറ്റ് ഐ ബീറ്റ് 5 others who were looking at it. 2 സ്റ്റോക്ക് ഇരുന്ന സാധനത്തിൽ എനിക്കാണത് കിട്ടിയിരിക്കുന്നത്. വാട്ട് എ ഫോൾ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ദാറ്റ് വി ഹാവ്. ദിസ് ഈസ് ഡിജിറ്റൽ വേൾഡ് ഫോർ യു. അവിടെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്, നമ്മളായി കൊണ്ടെത്തിക്കുന്ന ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ്. എന്നിട്ട് പൈസ എവിടെ പോയി എന്നിട്ട് നമ്മൾ ചോദിക്കും, എവിടെയാണോ എൻ്റെ ഈ പൈസ പോകുന്നത്? ദിസ് ഈസ് വേർ യുവർ മണി ഈസ് ഗോയിങ്. ദിസ് ഇസ് എക്സാക്ട്ലി വേർ യുവർ മണി ഈസ് ഗോയിങ്. ആവശ്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ വീടുകൾ വലുതാകുന്നു, സ്റ്റോറേജ് സ്പേസുകൾ വലുതാകുന്നു.
എൻ്റെ വലിയമ്മച്ചിയുടെ ആമാടപ്പെട്ടി ഇത്രയുള്ള ആമാടപ്പെട്ടി, മണിപ്പെട്ടി എന്ന് പറയാതെ, അത് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ 2 പ്രാവശ്യം മണി കിട്ടുന്ന ഒരു കൊച്ചുപെട്ടി എൻ്റെ ഡൽഹിയിലുണ്ട്. അതിൽ ഒതുങ്ങുന്നതായിരുന്നു എൻ്റെ വലിയമ്മച്ചിയുടെ പുടക, ചട്ട, കവണി, 2 ബ്രോച്ച്, അതിൻ്റെ സൈഡിലെങ്ങാനും വെക്കാനുള്ള 2 ബ്രോച്ച്, അത്രയേ ഉള്ളൂ. ഒരു വീട്ടിലുള്ള 4-5 കബേർഡുകൾ മുഴുവനും എനിക്കുണ്ടായിട്ടും സ്ഥലമില്ല. Because we are constantly buying, we are financially mismanaging ourselves because the deception of digital world is so endearing and enticing. പ്രത്യേകിച്ച് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന വേക്കൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ ഫോൺ എടുത്ത്, അതിന് പിക്കപ്പ് ടൈം എന്ന് പറയും. നമ്മൾ എത്ര പ്രാവശ്യം ഫോൺ എടുക്കുന്നു എന്നുള്ളത്, നിങ്ങൾ സ്ക്രീൻ നോക്കുകയില്ല, ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് നമ്മൾ ഫോൺ എടുക്കുന്നത് 143 പ്രാവശ്യമാണ് ഞാൻ ഇന്നലെ എൻ്റെ ഫോൺ എടുത്തത്. I can open my phone and show it to you. ഇന്ന് ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാണ്, 12:45 ഇഫ് ഐ ഷോ യു മൈ പിക്കപ്പ് ടൈം 100 പ്രാവശ്യം മിനിമം എങ്കിലും ആയി കാണും. ഇതിപ്പം ഈ 1 മണിക്കൂർ ഞാൻ ഇവിടെ സംസാരിക്കായതുകൊണ്ട് ഗൂഗിൾ മസ്റ്റ് ബി വറിഡ് ദാറ്റ് വാട്ട് ഹാസ് ഹാപ്പൻ ടു ഹർ. കാണുന്നില്ലല്ലോ കശീനെ, 1 മണിക്കൂറായിട്ട് ഫോണേ ഞാൻ തൊട്ടിട്ടില്ല. സെയിൻറ്റ് പീറ്റേഴ്സ് മാങ്ങാനത്ത് പോയി ഡിസപ്പിയർഡ്. സോ ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. 140 പ്രാവശ്യം നമ്മൾ മിനിമം 100, 140, 220 പ്രാവശ്യം നമ്മൾ ഫോൺ എടുക്കുന്നുണ്ട്. നമ്മൾ കുരിശ് കൈ പിടിക്കുന്നുണ്ടോ അത്രയും നേരം? ബൈബിള് കയ്യിൽ നമ്മൾ പിടിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം നമ്മൾ പറയുന്നുണ്ട്? കർത്താവെ എന്ന് വിളിക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, കർത്താവേ എന്ന് വിളിക്കുന്നുണ്ടോ? നോട്ട് അറ്റ് ഓൾ. ബട്ട് സ്മാർട്ട് ഫോൺ ഇറ്റ്സ് അവർ ബെസ്റ്റ് ഫ്രണ്ട് റൈറ്റ് നൗ. ആരും ഇല്ലെങ്കിലും എൻ്റെ ഫോൺ ചാർജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ള വ്യാകുലതയും ഉത്കണ്ഠയും ഒക്കെ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഒരു കൈ വെട്ടിപ്പോയ പോലെയോ കാല് വെട്ടിപ്പോയ പോലെയോ ഒരു ഗ്രാവിറ്റിയാണത്. അതാണ് ഡിജിറ്റൽ വേൾഡിൻ്റെ മാസ്മരികത. ഈ മാസ്മരികത ക്രിസ്തീയ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവുമായിരുന്നു. അത് പോയില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, കുർബാന കണ്ടില്ലെങ്കിൽ ഒരു പ്രയാസം, അല്ലെങ്കിൽ സേവികാ സംഘത്തിൻ്റെ മീറ്റിങ്ങിന് പോയില്ലെങ്കിൽ ഒരു പ്രയാസം. എങ്ങനെയെങ്കിലും പോകണം എന്നുള്ളത്, നമ്മൾ അടുത്തു നിന്നുള്ളവരുടെ അടുത്ത് നിന്നാണെങ്കിലും ചാർജർ മേടിച്ച് പ്ലഗ് ഇൻ ചെയ്ത് നമ്മൾ കേൾക്കുന്നു, കാണുന്നു എന്നൊക്കെയുള്ള ആ ഒരു വെമ്പൽ, അത് നമ്മുടെ റിയൽ ക്രിസ്ത്യൻ ലൈഫിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ദാറ്റ്സ് ദ ചാലഞ്ച്, ടു ബി അവേ ഫ്രം ഡിജിറ്റൽ വേൾഡ് ആൻഡ് ടു കം ഇൻ ടു റിയാലിറ്റി. ഇതിന് പ്രായോഗികമായ ഒരു ചെറിയ ടിപ്പ് ഞാൻ തരാൻ ആഗ്രഹിക്കുകയാണ്. ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് എ സ്ക്രീൻ സാബത്ത്. സാബത്ത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. സാബത്ത് ഇസ് റെസ്റ്റ്, അല്ലേ? 6 ദിവസം കർത്താവ് ഈ ലോകം മുഴുവനും സൃഷ്ടിച്ചു, പ്രകാശം ഉണ്ടാക്കി, മൃഗങ്ങളെ സൃഷ്ടിച്ചു, പറവകളെ ഉണ്ടാക്കി, മനുഷ്യനിൽ ശ്വാസമൂതി മനുഷ്യരെ സൃഷ്ടിച്ചു. 7-ാം ദിവസം കർത്താവ് റെസ്റ്റ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് സാബത്ത് ഫോർ അസ്. അപ്പോൾ നമ്മൾ ഒരു ദിവസം മുഴുവനും ഡിജിറ്റൽ ഡീറ്റോക്സ്, 7-ാം ദിവസം ഡിജിറ്റൽ ഡീറ്റോക്സ്, ഒരു ഫുൾ ഡേ നമുക്ക് എടുക്കാതിരിക്കാൻ പറ്റുമോ? ഇറ്റ്സ് ഇംപ്രാക്ടിക്കൽ ബട്ട് നോട്ട് ഇമ്പോസിബിൾ. അതിനുവേണ്ടി ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ക്രീൻ സാബത്ത്. 6 hours കഴിഞ്ഞ് 1 hour യു കീപ് യുവർ ഇൻസ്ട്രുമെൻ്റ് ഓഫ് ഇൻ എ ഡേ. ക്യാൻ യു? 6 മണിക്ക് ശരാശരി നമ്മൾ എഴുന്നേക്കുകയാണെങ്കിൽ ഒരു 12 ആകുമ്പം ക്യാൻ വി സ്വിച്ച് ഇറ്റ് ഓഫ്? 12 to 1, no digital device, no screen time at all, no laptop, no iPad. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കുക, എന്നിട്ട് പറയും മോൻ്റെ ഫോൺ തരാൻ പറയാം. അല്ലെങ്കിൽ പലർക്കും 2 ഫോൺ കാണുന്നവരുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിലില്ല, മറ്റേതിൽ ഇതാവും. വി ആർ ഓൾസോ ട്രൈയിങ് അവർ ബെസ്റ്റ് ടു മാക്സിമൈസ് ഇറ്റ്. 12 to 1, നത്തിങ് അറ്റ് ഓൾ, നോ സ്ക്രീൻ ടൈം അറ്റ് ഓൾ, സ്ക്രീൻ സാബത്ത്. ഒരു ഫുൾ ഡേ സാബത്ത് ആചരിക്കുന്നതിന് പകരം ദിവസത്തിൽ പല സമയങ്ങളിൽ ക്യാൻ വി ടേക്ക് എ ഡിജിറ്റൽ സാബത്ത്, എ സ്ക്രീൻ സാബത്ത് ആൻഡ് എ ഡിജിറ്റൽ ഡീറ്റോക്സ്. നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ്, നമ്മൾ പാവയ്ക്കയുടെ ജ്യൂസ് കുടിക്കുന്നു, ബീട്രൂട്ട് അടിച്ച് കുടിക്കുന്നു, വളരെ എന്താ പറയുക അൺപാലറ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ആരോഗ്യം നല്ലതാകാനായിട്ട് ഉലുവ സോക്ക് ചെയ്ത് അത് ചവച്ച് അതിൻ്റെ കൈപ്പോടുകൂടി വെള്ളം ഇത് ചെയ്യുന്നു, മുതിര എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ ചെയ്യുന്നാലേ. അതുപോലെ തന്നെയാണ് ദിസ് ഡീറ്റോക്സ് ഓൾസോ, ഡിജിറ്റൽ ഡീറ്റോക്സ് ഓർ എ സ്ക്രീൻ സാബത്ത് ഓഫ് 1 hour ആൻഡ് വാട്ട് എവർ യു വോണ്ട് ടു യൂസ് ഇറ്റ്. നിങ്ങൾക്ക് ഉറങ്ങുമോ, നിങ്ങൾക്ക് അടുത്തിരിക്കുന്നവരോട് സംസാരിക്കുകയോ ചെടി നനയ്ക്കുകയോ, വാട്ട് എവർ, ബട്ട് സ്പെൻഡ് ദ ടൈം വിത്ത് യുവർ സെൽഫ് ആൻഡ് സ്പെൻഡ് ദ ടൈം വിത്ത് യുവർ നിയർ ആൻഡ് ഡിയർ വൺസ്. നിങ്ങളൊരു റിയൽ
ലൈഫ് കോൺവെർസേഷൻ നിങ്ങളുടെ നെയ്ബറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വയസ്സായിരിക്കുന്ന അമ്മച്ചിയുടെ അടുത്തോ കുട്ടികളുടെ അടുത്തോ അവരോടും പറയുക. ഇഫ് അതൊരു ഫാമിലി ആയിട്ട് നിങ്ങൾക്കത് സാറ്റർഡേയും സൺഡേയും അത് എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ then everyone is off screen for that 12 to 1. And talk what is happening in this world, what is happening with each other. How is your mood, how are you feeling, ആരോഗ്യം എങ്ങനെയുണ്ട്, how are your friends, who are your friends. നമ്മൾ കുട്ടികളിൽ പലപ്പോഴും ചോദിക്കാത്ത ഒരു കാര്യമാണ്, നമ്മൾ റൂംമേറ്റ് ആരാണ്, റൂംമേറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾ ഡിജിറ്റലി ഫോളോ ചെയ്യുന്ന ഹാൻഡിലുകൾ ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കാത്ത. വേർ ആർ ദേ ഫ്രം, എന്താണ് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്. നമ്മൾ പണ്ടൊക്കെ ഫ്രണ്ട്സിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുമായിരുന്നു. ഇപ്പം അത് ആ ഒരു ഫ്രീക്വൻസിയൊക്കെ ഒത്തിരി കുറവാണ്. ബിക്കോസ് ഇറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ പേരൻസ് ഓൾസോ ടു സീ നമ്മുടെ കുട്ടികൾ ആരുമായിട്ടൊക്കെയാണ് ഇടപഴകുന്നത്, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെയൊക്കെ ഒരു മെൻ്റൽ വേവ് ലെങ്ത് എന്താണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ളതാണ്. സോ ഈ സ്ക്രീൻ സാബത്ത് എന്നുള്ള ഒരു പ്രായോഗികമായ ഒരു ടിപ്പ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. പ്ലസ് നിങ്ങളുടെ ഫാമിലിയിലുള്ളവരോടും കൂടി അവരെയും കൺവിൻസ് ചെയ്യിക്കുക ദറ്റ് ഡിജിറ്റൽ വേൾഡിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. സോ ക്യാൻ വി ആസ് എ ഫാമിലി ഡു എ സ്ക്രീൻ സാബത്ത്. ഇതിനകത്ത് വേറെ ഒരു ഫാക്ടർ എന്താണെന്നറിയോ, നമ്മൾ സ്ത്രീകൾ മിക്കവാറും പ്രായമാകും തോറും നമ്മുടെ ഈ അപ്പർ ടോസോ ഹഞ്ച് ചെയ്യും, നമ്മൾ കൂനുന്ന ഒരിതുണ്ട്. നമ്മുടെ ഡീഫോൾട്ട് പൊസിഷൻ എന്താണെന്നറിയോ, ഇപ്പോൾ ഇതാണ് നമ്മളുടെ ഡീഫോൾട്ട് പൊസിഷൻ. നമ്മൾ പെർപ്പച്വലി നമ്മളുടെ കഴുത്ത് കുനിഞ്ഞാണ്. നമ്മൾ ഡിജിറ്റലി ഡിവൈസ് വെക്കുമ്പോൾ എപ്പോഴും പറയും ഒരു സ്റ്റാൻഡ് എടുത്ത് കീപ്പ് ഇറ്റ് അറ്റ് യുവർ ഐ ലെവൽ. നിങ്ങൾ ഫോൺ നോക്കുന്ന സമയത്താണെങ്കിൽ കൂടി യു ഡു ഇറ്റ് ലൈക്ക് ദിസ് റാദർ ദൻ ഡു ഇറ്റ് ലൈക്ക് ദിസ്. പ്ലീസ് ഒബ്സർവ് ഇറ്റ്. ഇത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു അഡ്വൈസാണ്. നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫോൺ ഐ ലെവലിൽ വെക്കുക റാദർ ദെൻ യൂസ് ഇറ്റ്. ഇതിപ്പോൾ നമ്മൾ പ്രസംഗിക്കുന്ന ഇടയിൽ നമുക്ക് ഫോൺ നോക്കണമെങ്കിൽ കുനിഞ്ഞ മടിയിൽ വെച്ചിരുന്നാലേ പറ്റുള്ളൂ. ബട്ട് അതർവൈസ് ഐ എം സെയിങ് ഒരു സ്റ്റാൻഡ് എടുത്ത് വെക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ദ ടൈംസ് ദറ്റ് വി ആർ ബെൻഡിങ് ഫോർവേഡ്, പ്ലീസ് ടേക്ക് കെയർ ടു ബെൻഡ് യുവർ നെക്ക് ബാക്ക്വേർഡ്. എൻ്റെ കഴുത്ത് നല്ല വേദനയുണ്ട് പുറകോട്ട് ബാക്ക്വേർഡ് ബെൻഡ് ചെയ്യുമ്പോഴത്തേക്കും. യു ജസ്റ്റ് ട്രൈ ഇറ്റ് വൺസ്. നിങ്ങൾ കഴുത്ത് ബാക്കിലോട്ട് ബെൻഡ് ചെയ്താൽ സ്ട്രെയിൻ ഉണ്ട്. ആൻഡ് ദാറ്റ്സ് ബിക്കോസ് ഫോർ എവർ വി ആർ പെർപ്പച്വലി എല്ലാത്തിനും ഒരു റിവേഴ്സ് ആൻഡ് ഓപ്പോസിറ്റ് ഇത് മൂവ്മെൻറ്റ് കൊടുക്കുന്നത് പോലെ പ്ലീസ് കോൺസ്റ്റൻ്റ്ലി എക്സസൈസ് യുവർ നെക്ക് ആൻഡ് യുവർ ഐസ് എസ് വെൽ. നമ്മൾ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യുക, കണ്ണ് അടച്ചു വെച്ച് കണ്ണിന് എക്സസൈസ് കൊടുക്കുക, സ്ക്രീൻ ടൈം ഓഫ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണിന് എക്സസൈസ് കൊടുക്കുക. ദീസ് ആർ പ്രാക്ടിക്കൽ ടിപ്സ് that we really need to follow in our families as well as with our children. ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ലാസ്റ്റ് ലിമ്പിലേക്ക് കടക്കുകയാണ്. ഡിജിറ്റൽ വേൾഡ് കാപട്യം നിറഞ്ഞതാണെങ്കിൽ കൂടിയും ഡിജിറ്റൽ വേൾഡിൽ ഒത്തിരി ഉപയോഗമുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, നമ്മൾ ഒത്തിരി പേരും പുറം ലോകവുമായി അധികം ഇടപഴകാതെ താമസിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വേൾഡ് ഓപ്പൺ അപ്പ് ചെയ്യുന്നതായിട്ടുണ്ട്. ബാഹ്യലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്നും വെയ്റ്റ് ട്രെയിനിങ്, നമ്മുടെ പോർഷൻ സൈസ്, നമ്മൾ ഫുഡ് തിന്നുന്നത് എത്രമാത്രം ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എത്രമാത്രം ഒരു പ്ലേറ്റ് സൈസിലുണ്ടായിരിക്കണം, ഫൈബർ കണ്ടൻറ്റ്, യോഗ, വെയ്റ്റ് ട്രെയിനിങ്, റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്നൊക്കെയുള്ള പല പല പുതിയ കോൺസെപ്റ്റുകളും മെനോപോസൽ വിമൻ ആയിട്ടുള്ളവർക്ക് മെനോപോസൽ ഹെൽത്ത്, ഇങ്ങനെയുള്ള കുറേ യൂട്യൂബ് വീഡിയോകളിൽ പല പല ഡോക്ടേഴ്സ് വരികയും പല പല ആരോഗ്യപരമായി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. നമ്മൾ കുറച്ചൊക്കെ സെൽഫ് കെയറിലേക്ക് നീങ്ങണം. അതിന് ഡിജിറ്റൽ വേൾഡ് ഹെൽപ്ഫുള്ളാണ്. സെൽഫ് കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് കിട്ടിയിട്ടുള്ള താലന്തുകൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആരോഗ്യം കാത്തു സൂക്ഷിച്ച് സെൽഫ് റിലയൻ്റ് ആയിട്ട് നമുക്ക് മസ്കുലർ ഇൻഡിപെൻഡൻസ് ആരെയും റിലൈ ചെയ്യാണ്ട് കുറേ നാൾ കൂടി ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഈ കോഗ്നിറ്റീവ് സ്കിൽസ് വർദ്ധിക്കുന്നതും നമ്മുടെ ഫിസിക്കൽ മൂവ്മെൻറ്റുകൾ വർദ്ധിക്കുന്നതും എന്നും ഒരു പേജ് കൈ പിടിച്ച് ഗ്രിപ്പോടുകൂടി എഴുതുക എന്നുള്ളത്. ഈ ഗ്രിപ്പ് സ്ട്രെങ്ത്തും കോഗ്നിറ്റീവ് സ്കിൽസും ഡെമെൻഷ്യയും ഇതെല്ലാം തമ്മിൽ ഒത്തിരി ബന്ധങ്ങളുണ്ട്. നമുക്ക് കൈവിട്ട് പോകുന്ന ഒരു സ്കില്ലാണ് നമ്മൾ എഴുതുന്നത്. കാരണം നമ്മളിപ്പം എല്ലാം ഫിംഗർ ടിപ്സ് വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പെൻ ഗ്രിപ്പ് ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഗ്രിപ്പ് സ്ട്രെങ്ത് കൂട്ടാനുള്ള പല പല കൊച്ചു കൊച്ചു ഗാഡ്ജറ്റ്സുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. 100-200 രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ സ്ത്രീകളായ നമ്മൾ റെസിസ്റ്റൻസ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടും വെയ്റ്റ് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടുമൊക്കെ, ഞാൻ ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല, 1 കിലോ സർഫിൻ്റെ പാക്കറ്റ്
അല്ലെ 2 കിലോ സർഫിൻ്റെ പാക്കറ്റ് എടുത്ത് എക്സസൈസ് ചെയ്യുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡംബെല്ലോ അല്ലെങ്കിൽ ഒത്തിരി വലിയ എക്യുപ്മെൻറ്റോ ഒന്നും തന്നെ വേണ്ട, 2 കിലോ അല്ലെ 2 ലിറ്ററിൻ്റെ സർഫ് എക്സൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ ഇതൊക്കെ വെച്ച് എക്സസൈസ് ചെയ്യുന്ന ഇഷ്ടം പോലെ വീഡിയോസ് നിങ്ങൾക്ക് ഡിജിറ്റൽ വേൾഡിൽ കാണാം. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സസൈസിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 എക്സസൈസസ് സജസ്റ്റ് ചെയ്യും. ആ 10 എക്സസൈസിൻ്റെ വീഡിയോയും കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരെണ്ണം കാണുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ആരോഗ്യത്തിന്, മാനസിക സൗഖ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും ഒത്തിരി വ്യത്യാസം വരും. പ്രത്യേകിച്ച് ഐ തിങ്ക് ദി ആവറേജ് ഏജ് ഇൻ ദിസ് ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു ഡെഫിനറ്റ്ലി ഒരു 50 അല്ലെങ്കിൽ ഒരു 45+ ആണ്. ഈ 45+ ആയിട്ടുള്ള വിമന് ആരോഗ്യപരമായിട്ട് വളരെയധികം ഉപയോഗകരമായ കാര്യങ്ങൾ ഡിജിറ്റൽ വേൾഡിലേക്ക് കിട്ടും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഡിജിറ്റൽ വേൾഡിൻ്റെ കാപട്യത്തിലേക്ക് നീങ്ങാണ്ട് അല്ലെങ്കിൽ സെൽഫ് ഒബ്സസ്ഡ് ആകാണ്ട്, നമ്മൾ ഈ സെൽഫി എന്നുള്ള വാക്ക് തന്നെ റൂട്ട് സെൽഫ് ഒബ്സസ്ഡ് ആകാണ്ട് ഹ്യൂമിലിറ്റിയിലും പരിജ്ഞാനത്തിലും ദൈവിക പരിജ്ഞാനത്തിലും കീപ്പിംഗ് അതേഴ്സ് അബവ് സെൽഫ് എന്നുള്ളൊരു കോൺസെപ്റ്റിലും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും വലിയ ഒരു ആശംസ. നമ്മൾ ഇപ്പോൾ പലതരം ആപ്പുകളും ഉണ്ട്. നമ്മുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വലുതാക്കാം, നമ്മുടെ നിറം കൂട്ടാം കുറയ്ക്കാം, മൂക്കിൻ്റെ നീട്ടം കുറയ്ക്കാം, ഫേസ് ട്യൂൺ ആപ്പ്, പല ഫോട്ടോഗ്രഫി എൻഹാൻസിങ് ആപ്പ്, ഇങ്ങനെയൊക്കെ പല എന്താ പറയുക, ഒരു മേക്ക് ബിലീവ് വേൾഡാണ്. ഇതൊരു ഫേക്ക് പെർഫെക്ഷനാണ്. പെർഫെക്ഷൻ ഇസ് നോട്ട് എ ക്രിസ്ത്യൻ വെർച്യൂ. പരിമിതികളുള്ള എന്നെ പെർഫെക്റ്റ് ആക്കുന്ന ക്രിസ്തുവിൻ്റെ കൃപയാണ് എനിക്ക് വേണ്ടത്. ഇൻസ്റ്റഗ്രാമോ അല്ലാന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആക്കുന്ന ഒരു ഫേക്ക് ആപ്പല്ല എനിക്ക് വേണ്ടിയത്. അതാണ് നമ്മൾ പ്രാർത്ഥനകളിലും പാട്ടുകളിലും എല്ലാം മഹാഭാപിയും അബലയും ശരണം ഇല്ലാത്തവരും ആയ നിൻ്റെ കൃപ എനിക്ക് മതി എന്ന് പറയുന്ന കർത്താവിൻ്റെ അനുയായികളായ നമുക്ക് നിറം കൂട്ടാനോ കുറയ്ക്കാനോ ഫേക്ക് പെർഫെക്ഷനിലേക്ക് നീക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു പുതിയ വീട് വണ്ടി വാങ്ങിച്ചു എന്നുള്ളതല്ല, അവൻ്റെ കൃപയാൽ എനിക്കിത് ലഭ്യമായി എന്ന് പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ക്രിസ്തീയ സെൻസ്, ഒരു മോറൽ കോമ്പസ് നമുക്ക് കിട്ടട്ടെ എന്നുള്ളതും കൂടി ഞാൻ ആശംസിക്കുകയാണ്. സമയം 1, വെള്ളം കുടിക്കണം, ചോറുണ്ണണം, ബാത്റൂം ബ്രേക്ക്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഹെൻസ് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നത് ഞാൻ ഫിലിപ്പീൻസ് പുസ്തകത്തിൽ നിന്നുള്ള ഒരു ലാസ്റ്റ് വേഴ്സ് വെച്ചാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കണ്ടെൻമെൻറ്റിനെ കുറിച്ചാണ്. ഫിലിപ്പീൻസ് 4-ാം അധ്യായം 12-ാം വാക്യം എന്നാണ്. എങ്കിലും അവസരം കിട്ടിയിട്ടില്ല, ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിക്കാനും എനിക്കറിയാം. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എൻ്റെ കൃപ നിനക്ക് മതി, അവൻ്റെ കൃപ നമുക്ക് മതി. ഈ പള്ളിയിലെ ഒരു സ്റ്റെയിൻ ഗ്ലാസ് ഇതാണ്. 5 അപ്പവും 2 മീനുമാണ് ആ സ്റ്റെയിൻ ഗ്ലാസിൻ്റെ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ. അല്പം അധികമാക്കുന്ന കർത്താവിൻ്റെ അനുയായികളാണ് നമ്മൾ. നമുക്ക് ഉള്ള ചെരുപ്പും ഉള്ള സാരിയും ഉള്ള കാര്യങ്ങളൊക്കെ മതി. അല്പത്തിൽ അധികമായി തൃപ്തരായി സംതൃപ്തി അടഞ്ഞ് കർത്താവിൻ്റെ കൃപയിൽ ജീവിക്കാൻ നമുക്ക് എപ്പോഴും ശക്തിയും ആത്മീയ കൂട്ടായ്മയുടെ ബലവും പിതാവിൻ്റെ ആത്മീയ നേതൃത്വം, പള്ളികളുടെ അച്ഛന്മാരുടെ സാന്നിധ്യം, പ്രാർത്ഥന, നോമ്പ്, ആചരണം, ഗീതങ്ങൾ, ഇവയെല്ലാം നമുക്ക് എന്നും ശക്തിയും അവലംബനവും ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സേവിക സംഘത്തോടും തിരുമേനിയോടും അച്ഛന്മാരോടും പ്രത്യേകിച്ച് മിസ്സസ് ജോർജ് എൻ്റെ അകമഴിഞ്ഞ നന്ദിയും എന്നെ സഹിച്ച് ഇത്രയും നേരം വെള്ളം പോലും കുടിക്കാണ്ടിരുന്ന എൻ്റെ അമ്മമാർക്കും പെങ്ങന്മാർക്കും താങ്ക് യു സോ മച്ച്.